പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പൊ നമ്മുടെ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെയാ? റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലോറിംഗ് പ്ലാന്റ്സ്. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റേഴ്സിലേക്ക് വരെയാണ്. നമ്മുടെ ബോട്ടണിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലെ 9ാമത്തെ ചാപ്റ്റർ, 9th ചാപ്റ്റർ ആണ്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ചാപ്റ്ററിന്റെ പേരെന്താണ്? സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അപ്പൊ നമ്മുടെ ബോട്ടണിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എത്രാമത്തെ ചാപ്റ്റർ? 9ാമത്തെ ചാപ്റ്റർ ആണ്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. എന്താണ് അതിന്റെ മീനിങ്? സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എങ്ങനെ നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാം, കൂട്ടാം? ഫുഡ് പ്രൊഡക്ഷൻ എങ്ങനെ കൂട്ടാം? ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം നമ്മള് വയലില് കൃഷി ചെയ്തുണ്ടാക്കുന്നവർ മാത്രമല്ല എന്താണ് ഫുഡ് പ്രൊഡക്ഷനിൽ വരുന്നത്, അല്ലേ? അതിനകത്ത് ചില അനിമലുകൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് മിൽക്ക് കിട്ടുന്ന എവിടെയാ? കൗ എന്നും ബഫല്ലോ എന്നൊക്കെ അല്ലേ? അപ്പൊ അവരുടെ പ്രൊഡക്ഷനും ഫുഡ് പ്രൊഡക്ഷൻ തന്നെയാണ്. അപ്പൊ ചിലർക്ക് ഈ അഗ്രികൾച്ചർ എന്ന് കേൾക്കുമ്പം ശരിക്കും അവരുടെ ചിന്ത എന്താണ്? മണ്ണില് എന്താണ് ചെടികളെ നട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ്, അത് മാത്രമാണ് അഗ്രികൾച്ചർ. അതായത് നമ്മള് എന്താണ് റൈസും വീറ്റും അല്ലെ, ഷുഗറും ഇതല്ല, ഷുഗർ കെയിനും ഇതല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലാതെയും ഉണ്ട് അഗ്രികൾച്ചർ. ഇപ്പം നമ്മുടെ എന്താണ് ഫാമുകൾ അല്ലെ, കാറ്റിൽ ഫാം ഉണ്ട്, അതുപോലെ പൗൾട്രി ഫാം ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഫാമുകളുണ്ട്. ഇതെല്ലാം ഫുഡ് പ്രൊഡക്ഷൻ ആണ്, അല്ലെ? അപ്പൊ അല്ലാതെ നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്നതിന് മാത്രമേ ഫുഡ് പ്രൊഡക്ഷൻ ആവൂ എന്ന് തെറ്റിദ്ധരിക്കട്ടെ, അല്ലെ? അഗ്രികൾച്ചർ ആവൂ എന്ന് വിചാരിക്കരുത്. അപ്പൊ എന്താണ് ചാപ്റ്ററിന്റെ പേര്? എങ്ങനെയൊക്കെ നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാം, അല്ലെ? സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. എങ്ങനെ? അപ്പൊ എന്തൊക്കെ മാർഗങ്ങൾ, എന്തൊക്കെ വഴികൾ അതിന് സ്വീകരിക്കാം? ഏതിന്? ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാം. അതാണ് ഈ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പം എങ്ങനെ നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാം എന്നതാണ് ഈ ചാപ്റ്റർ. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനെ 4 പാർട്ടാക്കി പഠിക്കുന്നത്. മെയിനായിട്ട് 4 പാർട്ട്. ഒന്നാമത്തെ പാർട്ടിന്റെ പേരാണ് അനിമൽ ഹസ്ബൻഡറി. പാർട്ടിന്റെ പേരെന്താ? അനിമൽ ഹസ്ബൻഡറി. രണ്ടാമത്തെ പാർട്ട് അനിമൽ ബ്രീഡിംഗ്. രണ്ടാമത്തെ പാർട്ട് എന്തുവാ? അനിമൽ ബ്രീഡിംഗ്. അപ്പൊ അനിമൽ ഹസ്ബൻഡറി, അനിമൽ ബ്രീഡിംഗ്. മൂന്നാമത്തെ പാർട്ട് പ്ലാന്റ് ബ്രീഡിംഗ്. മൂന്നാമത്തെ പാർട്ടിന്റെ പേര് പ്ലാന്റ് ബ്രീഡിംഗ്. ലാസ്റ്റ് പാർട്ട് ടിഷ്യൂ കൾച്ചർ. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിനെ, അതായത് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ നമ്മൾ 4 പാർട്ടുകളാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പാർട്ടിന്റെ പേരെന്താ? അനിമൽ ഹസ്ബൻഡറി. രണ്ടാമത്തെ പാർട്ട് അനിമൽ ബ്രീഡിംഗ്. മൂന്നാമത്തെ പാർട്ട് പ്ലാന്റ് ബ്രീഡിംഗ്. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ടിഷ്യൂ കൾച്ചർ. ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ വേറെയുണ്ട്. എന്നാലും ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ 4 പാർട്ടുകൾ ഇവയാണ്: അനിമൽ ഹസ്ബൻഡറി, അനിമൽ ബ്രീഡിംഗ്, പ്ലാന്റ് ബ്രീഡിംഗ്, ടിഷ്യൂ കൾച്ചർ. ഓക്കെ അല്ലേ? അപ്പൊ 4 പാർട്ടാക്കി നമ്മൾ ഈ ചാപ്റ്ററിനെ പഠിക്കുമ്പോൾ, അപ്പം ചാപ്റ്ററിന്റെ മീനിങ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഇപ്പൊ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ? ഫുഡ് മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൊഡക്ഷൻ. എങ്ങനെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാം, അല്ലേ? നമുക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് പ്രൊഡക്ഷൻ എങ്ങനെ വർദ്ധിപ്പിക്കാം, എൻഹാൻസ് ചെയ്യാം, അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്, എന്തൊക്കെ വഴികളുണ്ട് എന്നതാണ് ഈ ചാപ്റ്റർ, അല്ലേ? അതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ 4 പാർട്ടാക്കി ചാപ്റ്ററിനെ അനിമൽ ഹസ്ബൻഡറി, അനിമൽ ബ്രീഡിംഗ്, പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ടിഷ്യൂ കൾച്ചർ, ഇങ്ങനെ 4 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ഒന്നാമത്തെ പാർട്ടിലേക്ക് വരികയാണ്. എന്താണ് ഈ ചാപ്റ്ററിന്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്? അനിമൽ ഹസ്ബൻഡറി. അപ്പൊ എന്താണ് അനിമൽ ഹസ്ബൻഡറി, അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാ, നമ്മൾ പാടത്ത്, അതായത് എന്താണ്, വയലിൽ കൃഷി ചെയ്യുന്നത് മാത്രമല്ല കൃഷി എന്ന് പറയുന്നത്. കന്നുകാലി വളർത്തിയാൽ അത് കൃഷിയാണ്. കോഴി വളർത്തിയാൽ പൗൾട്രി ഫാം അത് കൃഷിയാണ്. ബീ കീപ്പിംഗ്, അല്ലേ, തേനീച്ച വളർത്തുന്ന കൃഷിയാണ്. അപ്പൊ ഇതെല്ലാം കൃഷിയാണ്. അപ്പൊ എന്താണ് അനിമൽ ഹസ്ബൻഡറി? അനിമൽ ഹസ്ബൻഡറി ഇസ് ദി അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഓഫ് റൈസിംഗ് ദി അനിമൽസ്. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആനിമലുകളുടെ എണ്ണം കൂട്ടുക. എങ്ങനെ അനിമൽസിന്റെ എണ്ണം? എന്തിനാ അനിമൽസിന്റെ എണ്ണം കൂട്ടുന്നത്? അനിമൽസിന്റെ എണ്ണം കൂടിയാൽ ഫുഡ് പ്രൊഡക്ഷൻ കൂടും. ഫോർ എക്സാമ്പിൾ,
അല്ലേ? നമ്മുടെ പശുക്കൾ, അപ്പൊ ഒരു ഫാമില് 50 പശുക്കളുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാല് അതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ആ ഫാമിൽ തന്നെ ഒരു 100 പശുക്കൾ ആയി എന്ന് വിചാരിക്കും. ആദ്യം 50 ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴ് ഒരു 200 ലിറ്റർ പാൽ ആയിക്കോട്ടെ, ഒരു 300-400 ലിറ്റർ പാൽ കിട്ടുമെന്ന് വിചാരിക്കുക അല്ലേ? അപ്പോഴവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 50 പശുക്കളെ കൊടുക്കുന്നത്. ഇപ്പൊ ഫാമിൽ എന്ത് ചെയ്തു? 100 പശുക്കളായെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും അവിടുത്തെ ഫുഡ് പ്രൊഡക്ഷൻ? അതായത് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് കൂടില്ലേ, പാലുൽപാദനം കൂടില്ലേ? ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ അനിമൽ ഹസ്ബൻഡറി ഉദ്ദേശം? അനിമലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാം? അനിമൽസിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട്, അവരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാം. അനിമൽ ഹസ്ബൻഡറി ഇസ് ദി അഗ്രികൾച്ചർ പ്രാക്ടീസ് ഓഫ് റൈസിംഗ് ഓഫ് അനിമൽസ്. ഇവിടെ റൈസിംഗ് എന്താ ഉദ്ദേശിക്കുന്നത്? അനിമൽസിന്റെ എണ്ണം കൂട്ടുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? റൈസിംഗ് എന്ന് വിളിക്കുന്നത്. അനിമൽസിന്റെ എണ്ണം കൂട്ടാം. എങ്ങനെ കൂട്ടാം? അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അഗ്രികൾച്ചർ പ്രാക്ടീസ് ഓഫ് റൈസിംഗ് ഓഫ് അനിമൽസ്, അതാണ് അനിമൽ ഹസ്ബൻഡറി. അപ്പൊ അനിമൽ ഹസ്ബൻഡറിക്കകത്ത് തന്നെ നമ്മൾ ഓരോ സബ് ടോപ്പിക് ആയിട്ട് പഠിക്കണം. അതായത് അവിടെ കാറ്റിൽ മാനേജ്മെന്റ് ഉണ്ട് അല്ലെ, അതായത് ഡയറി ഫാം മാനേജ്മെന്റ് ഉണ്ട്, പൗൾട്രി ഫാം മാനേജ്മെന്റ് ഉണ്ട്, ബീ കീപ്പിംഗ് ഉണ്ട്, പിസികൾച്ചർ ഉണ്ട്, അങ്ങനെയുള്ള പല ടൈപ്പുകളുണ്ട് അല്ലേ? അപ്പം ഓരോന്നോരോന്നൊക്കെ നമ്മൾ പഠിക്കാൻ വേണം. അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അനിമൽ ഹസ്ബൻഡറി. എന്താണെന്ന് നമ്മൾ കണ്ടു? അനിമൽസുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചർ, അതാണ് അനിമൽ ഹസ്ബൻഡറി. അനിമലുകളുമായി ബന്ധപ്പെടുന്ന അഗ്രികൾച്ചർ അല്ലെ? പശു വളർത്തിയാൽ അഗ്രികൾച്ചർ ആണ് അല്ലെ? കോഴി വളർത്തിയാൽ അഗ്രികൾച്ചർ ആണ്, തേനീച്ച വളർത്തിയാൽ അഗ്രികൾച്ചർ ആണ്. ഇതെല്ലാം അഗ്രികൾച്ചർ പ്രാക്ടീസ്. അപ്പം അനിമൽ ഹസ്ബൻഡറി ഇസ് ദി അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഓഫ് റൈസിംഗ്, ബ്രീഡിംഗ് ആൻഡ് റൈസിംഗ് എന്നാ പറഞ്ഞത്. ബ്രീഡിംഗ് നമ്മൾ അടുത്ത അനിമൽ ബ്രീഡിംഗ് പഠിക്കും. എന്നാൽ അനിമൽ ഹസ്ബൻഡറിയുടെ ഡെഫിനിഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ പറയുന്നത് ബ്രീഡിംഗ് ആൻഡ് റൈസിംഗ് ഓഫ് അനിമൽസ്. അപ്പം ആ ബ്രീഡിംഗ് ഞാൻ ആദ്യം പറയാത്തത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാതിരിക്കണം. എന്താണ് ബ്രീഡിംഗ് എന്ന് അറിയാമോ? സിമ്പിൾ ആണ്. നിലവിലുള്ള ഏതെങ്കിലും 2 വെറൈറ്റിയെ ബ്രീഡ് ചെയ്യിപ്പിക്കുക, അവരെ തമ്മിൽ മാറ്റ് ചെയ്യിപ്പിച്ചിട്ട് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പുതിയൊരു വെറൈറ്റിയെ ഡെവലപ്പ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബുള്ളിനെയും അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കൗവിനെയും കൂടി മാറ്റ് ചെയ്യിപ്പിക്കുക, അവരെ തമ്മിൽ റീപ്രൊഡക്ഷൻ നടത്താം. അപ്പൊ അതിൽ 2 പേരുടെയും നല്ല ക്വാളിറ്റി ഉള്ള പുതിയൊരു ഓസ്പ്രിങ്, പുതിയൊരു ജനറേഷനെ കിട്ടും അല്ലേ? അതാണ് ബ്രീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അനിമൽ ഹസ്ബൻഡറിക്ക് നമ്മൾ ബ്രീഡിംഗ് അല്ല, ശരിക്കും കൂടുതൽ പഠിക്കുന്ന റൈസിംഗ് ആണ്. അതായത് എങ്ങനെ അനിമലുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് പ്രൊഡക്ഷൻ കൂട്ടാം. ഓക്കെ അല്ലേ? അപ്പൊ അനിമൽ ഹസ്ബൻഡറിക്കകത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഡയറി ഫാം മാനേജ്മെന്റ് ആണ്. അനിമൽ ഹസ്ബൻഡറി നമ്മൾ എന്താ ഫസ്റ്റ് പഠിക്കുന്നത്? ഡയറി ഫാം മാനേജ്മെന്റ്. എന്താണ് ഡയറി? DAIROE ആണ് കേട്ടോ, ഡയറി ഫാം മാനേജ്മെന്റ് അല്ലേ? നമ്മൾ DIAR അല്ല, DAIROE, ഡയറി ഫാം മാനേജ്മെന്റ്. അപ്പൊ എന്താണ് ഡയറി ഫാം മാനേജ്മെന്റ്? എന്താണ് ഈ ഡയറി എന്ന് പറഞ്ഞാൽ? ഡയറിങ് എന്ന് പറഞ്ഞാൽ എന്താ? മിൽക്കിനും മിൽക്കിന്റെ പ്രോഡക്റ്റുകൾക്കും വേണ്ടി കൗ, പശുവിനെയും ബഫല്ലോ, എരുമയും പോലുള്ള കന്നുകാലികളെ നമ്മൾ വളർത്തുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ഡയറി ഫാം മാനേജ്മെന്റ്. അപ്പൊ ഡയറിങ് ഈസ് ദി മാനേജ്മെന്റ് ഓഫ് ആനിമൽസ് ലൈക്ക് കൗ ആൻഡ് ബഫലോസ് ഫോർ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. അപ്പൊ മിൽക്ക് പ്രോഡക്ട്സിന് വേണ്ടി എന്താ മിൽക്കിന്റെ പ്രോഡക്ട്സ്? കർഡ് ഒരു മിൽക്ക് പ്രോഡക്റ്റാ, ചില ചോക്ലേറ്റുകൾ മിൽക്കിന്റെ പ്രോഡക്റ്റാ അല്ലെ? ഗീ, ബട്ടർ, ഇതെല്ലാം എന്താണ്? മിൽക്കിന്റെ പ്രോഡക്റ്റ്. അപ്പൊ മിൽക്കിന് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. അപ്പം മിൽക്കിനും മിൽക്കിന്റെ പ്രോഡക്റ്റുകൾക്കും വേണ്ടി പശുവിനെയും എരുമയെയും പോലുള്ള കന്നുകാലികളെ വളർത്തുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ഡയറി ഫാം മാനേജ്മെന്റ്. അപ്പൊ ഡയറി മീൻസ് ദി മാനേജ്മെന്റ് ഓഫ് animals like cow and buffaloes for milk and milk products. Appo dairying is the management of cow and buffaloes for milk and milk products. Appo മിൽക്കിന്റെ പ്രോഡക്റ്റുകൾക്കും വേണ്ടി, പാൽ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി പശുവിനെയും എരുമയെയും പോലുള്ള കന്നുകാലികളെ വളർത്തുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയറി ഫാം മാനേജ്മെന്റ്. അപ്പൊ ഡയറിങ് ഈസ് ദി മാനേജ്മെന്റ് ഓഫ് ആനിമൽസ് ലൈക്ക് കൗ ആൻഡ് ബഫലോസ് ഫോർ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് അല്ലെ? അപ്പൊ നമുക്ക് വെറുതെ, അപ്പൊ നമ്മൾ 1-2 പശുക്കൾ വളർത്തുമ്പോൾ അല്ല ഒരു ഫാം നടത്തുന്നത്. ഒരു ഫാം എന്ന് പറയുമ്പോൾ 50, 100, 200 ഒക്കെ പശുക്കൾ കാണാം ഒരു ഫാമില്. അപ്പൊ അത്തരത്തിൽ വലിയൊരു ഫാം നടത്തുമ്പം നമ്മൾ അവിടെ കൊടുക്കേണ്ട കുറെ കെയർ ഉണ്ട് അല്ലെ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ലാഭകരമായിട്ട് ഡയറി ഫാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പം നമ്മൾ ഡയറി ഫാം നടത്തുമ്പോൾ നമുക്ക് എന്ത് വേണം? അതിന്ന് ഒരു കർഷകനാണ് അല്ലെ, ഒരു ഫാമറാണ് ഇത് നടത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ലക്ഷ്യം എന്താണ്? മെയിൻ ആയിട്ടും ഇതിന് എന്തെങ്കിലും ലാഭം കിട്ടണം, അദ്ദേഹത്തിന് ജീവിക്കാൻ എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കിട്ടണം അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഫാം നടത്തുന്നത്.
അപ്പൊ വെറുതെ ഒന്നും അറിഞ്ഞുകൂടാതെ നമുക്ക് ഫാം നടത്താൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഈ ഡയറി ഫാം മാനേജ്മെന്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം ഡയറി ഫാം മാനേജ്മെന്റിൽ ആ ഫാമർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകണം. അപ്പം വെറുതെ അങ്ങനെ ഫാം നടത്താൻ പറ്റൂല. ഡയറി ഫാം കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും ആ ഡയറി ഫാം മാനേജ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓരോ കാര്യങ്ങളായിട്ട് പഠിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? പ്രോപ്പർ ഷെൽട്ടർ. പ്രോപ്പർ ഷെൽട്ടർ അല്ലേ? നമ്മളെന്താ മഴ നനയാതെയും അല്ലേ ചൂട് നമ്മുടെ ശരീരത്തിൽ നേരിട്ട് തട്ടാതെയൊക്കെ നല്ല മനോഹരമായ വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ? അപ്പം അതുപോലെ പശുക്കളെ എവിടെയെങ്കിലും പുറത്തങ്ങ് കെട്ടിയിരുന്നാൽ മതിയോ? അതിനും പ്രോപ്പറായിട്ട് ഷെൽട്ടർ വേണ്ടി. നമ്മള് മലയാളത്തിൽ എന്ത് പറയാറുണ്ട്? തൊഴുത്ത് എന്ന് പറയാറുണ്ട്, പശു തൊഴുത്ത് അല്ലേ? അതാണ് പ്രോപ്പർ ഷെൽട്ടർ. അപ്പം പശുക്കൾക്ക് എന്തുണ്ടായിരിക്കണം? പ്രോപ്പർ ഷെൽട്ടർ ഉണ്ടായിരിക്കണം അല്ലേ? അവർക്ക് നല്ലൊരു എന്താണ് തൊഴുത്തെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഷെൽട്ടർ അല്ലേ? അവരെ മഴയത്തും മഞ്ഞിലും വെയിലത്തും ഒന്നും കൊണ്ടിട്ടിരിക്കാൻ പറ്റുമോ? അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും. അതുകൊണ്ട് അവരെ മഞ്ഞും മഴയൊന്നും തട്ടാത്ത വണ്ണം നല്ലൊരു എന്താണ് ഷെൽട്ടറിൽ വേണം അവരെ താമസിപ്പിക്കുക അല്ലേ? അപ്പൊ പ്രോപ്പർ ഷെൽട്ടർ. രണ്ടാമത്തെ, പ്രൊവൈഡ് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. എന്താ? പ്രൊവൈഡ് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അല്ലേ? പ്രൊവൈഡ് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അതിന് ആവശ്യമായ അളവിൽ, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആവശ്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കുക. ഈ എന്താണ് വളരെയധികം വെള്ളത്തിന് ചെലവുള്ള അല്ലെ വാട്ടർ വളരെയധികം ആവശ്യമുള്ള ഒരു പരിപാടിയാണ് എന്ന് പറയുന്നത് ഡയറി ഫാം മാനേജ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഈ പശുക്കൾ വെള്ളം കുടിക്കുന്ന നമ്മൾ കുടിക്കുന്നതിൽ 1-2 ഗ്ലാസ് ആണ് കുടിക്കുന്നത്. അല്ല, നമ്മൾ ഒരു തവണ കുളിക്കാൻ ഉപയോഗിക്കുന്ന അത്രയും വെള്ളം വേണ്ടി വരും അതിനൊരു തവണ കുടിക്കാൻ അല്ലെ? നമ്മൾ കുളിക്കാൻ ഒരു തവണ ഉപയോഗിക്കുന്ന വെള്ളം വേണ്ടി വരും അതിനൊരു തവണ കുടിക്കാൻ. അപ്പൊ അത്രയ്ക്ക് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു കുടിക്കുക മാത്രമല്ല, എപ്പോഴും എന്താണ് ഇവിടെ എന്താണ് അതിന്റെ കൗ ഡങ്ങൊക്കെ വീണ് വളരെ വൃത്തികേടായി കിടക്കുന്ന ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട് ഈ ഫാമുകളിൽ. അപ്പൊ എന്ത് ചെയ്യണം? എപ്പോഴും അവരുടെ ആ ഷെൽട്ടർ, അവരുടെ തൊഴുത്ത്, നമ്മൾ പശു തൊഴുത്ത് എന്നാ പറയുന്നത്, അത് നല്ലവണ്ണം വെള്ളം കൊണ്ട് അടിച്ച് ക്ലീൻ ചെയ്തിടണം. ഇതിന് ഈ പശുവിന്റെ ശരീരത്തിലൊക്കെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കൗഡും ചാണകമൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ ഇതിനെ നന്നായിട്ട് കഴുകണം. അപ്പം അത്രയേറെ വെള്ളത്തിന്റെ ആവശ്യമുള്ള ഒരു പരിപാടിയാണ് ഈ ഡയറി ഫാം മാനേജ്മെന്റ്. അപ്പം വെള്ളം ഒന്നും ലഭ്യമല്ലാത്ത ഒരു സ്ഥലത്തോട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പൊ എന്താ പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പ്രോപ്പർ ഷെൽട്ടർ, രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞ പ്രൊവൈഡ് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. ഫീഡിംഗ് ഓഫ് കാറ്റിൽസ് ഇൻ എ സയന്റിഫിക് മാനർ. എന്താ ഫീഡിംഗ് ഓഫ് കാറ്റിൽസ് എന്ന് പറഞ്ഞാൽ? പശുക്കൾക്ക് കൊടുക്കുന്ന ആഹാരം. ഫീഡിംഗ് ഓഫ് കാറ്റിൽസ് ഇൻ എ സയന്റിഫിക് മാനർ. സയന്റിഫിക് മാനറിൽ എന്ത് ചെയ്യണം? അതിന് ഫുഡ് കൊടുക്കണം. സയന്റിഫിക് എന്താ ഈ സയന്റിഫിക് മാനറിലുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ? അപ്പം പശുവിനെ എന്തിനാ പ്രധാനമായിട്ടും വളർത്തുന്നത്? പാലിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത് അല്ലെ? അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്നത് എന്താണ്? മിൽക്കാണ്. അപ്പൊ അതിന് നല്ല രീതിക്ക് ഫുഡ് കൊടുത്താൽ മാത്രമേ അതിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് ഈൽഡ് കിട്ടുള്ളൂ. അപ്പം പശുക്കൾക്ക് കൊടുക്കാൻ പ്രത്യേകമായി ശാസ്ത്രീയമായി സയന്റിഫിക് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള അവരുടെ ഫുഡ് ഉണ്ട്. ആ ഫുഡ് നമ്മൾ മലയാളത്തിൽ കാലിത്തീറ്റ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഫുഡ് ഉണ്ട്. അതായത് പശുവിന്റെ ശരീരത്തിന്, അതിന്റെ വളർച്ചയ്ക്കും മിൽക്ക് പ്രൊഡക്ഷൻ, പാലുൽപാദനത്തിനും വേണ്ടി ചേർക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തുകൊണ്ട് അതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്. അത് നന്നായിട്ട് കൊടുത്താൽ മാത്രമേ അതിൽ നിന്ന് കിട്ടുള്ളൂ, നല്ല ഈൽഡ് കിട്ടും. അതാണ് ഫീഡിംഗ് ഓഫ് കാറ്റിൽസ് ഇൻ എ സയന്റിഫിക് മാനർ. ഫീഡിംഗ് ഓഫ് കാറ്റിൽസ് ഇൻ എ സയന്റിഫിക് മാനർ. അടുത്ത പ്രത്യേകത, ഡിസീസ് ഫ്രീ എൻവയോൺമെന്റ്. ഡിസീസ് ഫ്രീ ഈ എൻവയോൺമെന്റിലെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമോ? ഫാം കൺസ്ട്രക്ട് ചെയ്യാം അല്ലെ? ഡിസീസ് ഫ്രീ എൻവയോൺമെന്റ്. എന്താ ഡിസീസ് ഫ്രീ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ? രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യത ഇല്ലാത്ത സ്ഥലത്തെ നമ്മൾ ഫാം കൺസ്ട്രക്ട് ചെയ്യാവും. കാരണം എന്താ? ഒരു പശുവിന് 50,000-60,000 കൂടുതലൊക്കെ വിലയുണ്ട് അല്ലെ? എന്തെങ്കിലും ഒരു അസുഖം വന്ന ഒരു പശു എന്ത് ചെയ്താൽ ചത്തുപോയാൽ അല്ലെ, അതിന് ഡെത്ത് സംഭവിച്ചാൽ അത്രയ്ക്ക് നഷ്ടം വരും ആ ഫാമർക്ക്. അപ്പൊ എന്ത് ചെയ്യണം? പെട്ടെന്നൊന്നും ഇതിന് രോഗങ്ങൾ വരില്ല. അപ്പൊ രോഗങ്ങൾ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫാം കൺസ്ട്രക്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? അതാണ് പറഞ്ഞേ ഡിസീസ് ഫ്രീ എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും മാലിന്യ
മാലിന്യ സംസ്കരണ ശാലകൾക്ക് അടുത്ത് കൊണ്ടുപോയിട്ട് ഫാം കൺസ്ട്രക്ട് ചെയ്യോ? ഒരിക്കലും ഫാം കൺസ്ട്രക്ട് ചെയ്യില്ല. അപ്പൊ മാലിന്യ സംസ്കരണ ശാലയിനടുത്ത് ഫാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോൾ വേണോ രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എവിടെയായാലും പെട്ടെന്ന് രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യരുത്? ഫാം കൺസ്ട്രക്ട് ചെയ്യരുത്. അതാണ് പറഞ്ഞത്, ഡിസീസ് ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. അല്ലെ? അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രിഞ്ചന്റ് ക്ലീൻനെസ് ആൻഡ് ഹൈജീൻ. എന്താ ഈ സ്ട്രിഞ്ചന്റ്? വളരെ കർശനമായിട്ട് അല്ലെ, നിർബന്ധമായിട്ട് ചെയ്യണമെന്നാണ് സ്ട്രിഞ്ചന്റ് ക്ലീൻലിനെസ്. എന്താ ക്ലീൻലിനെസ് എന്ന് പറഞ്ഞാൽ? വൃത്തി അല്ലെ. ഹൈജീൻ അത് തന്നെയാണ്, സ്ട്രിഞ്ചന്റ് ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ. സ്ട്രിഞ്ചന്റ് ക്ലീൻനെസ് ആൻഡ് ഹൈജീൻ. ഈ ഫാം എപ്പോഴും നല്ല വൃത്തിയായിരിക്കും അല്ലെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളം കൊണ്ട് ആ പശുക്കളുടെ ശരീരവും അതുപോലെ അവർ കിടക്കുന്ന ആ സ്ഥലമൊക്കെ നന്നായിട്ട് കഴുകണം എപ്പോഴും അല്ലെ. അപ്പൊ അത്രയ്ക്കും വൃത്തിയായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ലാസ്റ്റ് പോയിന്റ്, റെഗുലർ വിസിറ്റ് ഓഫ് എ വെറ്റിനറി സർജൻ. ഒരു വെറ്റിനറി സർജൻ റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്യണം. എന്നും ഒരു മൃഗ ഡോക്ടർ വെറ്റിനറി സർജൻ വന്നിട്ട് പോകണമെന്നല്ല എന്റെ മീനിങ്. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ, റെഗുലർ ഉദ്ദേശിക്കുന്നത് ഡെയിലി വരണമെന്നല്ല, ഒരാഴ്ചയ്ക്ക് ഒരിക്കയോ അല്ലെങ്കിൽ 1-2 ആഴ്ചയ്ക്ക് ഒരിക്കയോ വെറ്റിനറി സർജനെ കൊണ്ടുവന്ന് ഈ പശുക്കളെയൊക്കെ ഒന്ന് അല്ലെങ്കിൽ ഈ ഫാമിലുള്ള ആനിമൽസിനെയൊക്കെ ഒന്ന് നോക്കണം. എന്തിനാ? ഇപ്പൊ നമ്മള് ഒരു പശുവിനെ നോക്കിയാൽ അതിന് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ അതിന്റെ സിംറ്റംസ് വെച്ച് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അല്ലെ. ആ രോഗം നല്ല സിവിയർ ആവുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയൂ. രോഗം കൂടുതൽ പ്രശ്നമാകുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയൂ. അതേസമയം ഒരു വെറ്റിനറി സർജൻ വന്നിട്ട് ഈ പശുക്കളെ നോക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് പറയുന്നത് റെഗുലർ വിസിറ്റ് ഓഫ് എ വെറ്റിനറി സർജൻ. ഈ പറയുന്ന 6 കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫാം നടത്തി കഴിഞ്ഞാൽ ആ ഫാം നമുക്ക് ലാഭകരമായിരിക്കും അല്ലെ. നമ്മളെ പോലുള്ള ആരായാലും ഒരു കർഷകന് എന്തായിരിക്കും, ഒരു ഫാമർക്ക് എന്തായിരിക്കും, അത് ലാഭകരമായിരിക്കും. അപ്പം എന്താണ് ഡയറി ഫാം മാനേജ്മെന്റ്? ഞാൻ പറഞ്ഞു, ഡയറിങ് ഈസ് ദി മാനേജ്മെന്റ് ഓഫ് ആനിമൽസ് ലൈക്ക് കൗ ആൻഡ് ബഫലോസ് ഫോർ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. അപ്പൊ പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി പശുവിനെയും എരുമയെയും പോലുള്ള കന്നുകാലികളെ വളർത്തുന്നതിന് എന്ത് വിളിക്കുന്നേ? ഡയറി ഫാം മാനേജ്മെന്റ്. ഇനി ഡയറി ഫാം മാനേജ്മെന്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കിയേ. ഒന്ന്, പ്രോപ്പർ ഷെൽട്ടർ അല്ലെ. ആ കന്നുകാലികൾ നിൽക്കുന്നിടം എന്തായിരുന്നു? പ്രോപ്പർ ആയിരുന്നു, മീൻസ് നല്ലൊരു തൊഴുത്ത് വേണം അതിന്റെ മലയാളം അല്ലെ. പ്രോപ്പർ ഷെൽട്ടർ, നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇട്ടിരിക്കാൻ പാടില്ല, എന്തെങ്കിലും അസുഖങ്ങളുടെ ഒരു പ്രശ്നമാണ്. അപ്പൊ പ്രൊവൈഡ് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. എന്ത് ചെയ്യണം? സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രൊവൈഡ് ചെയ്യണം. ഫീഡിംഗ് ഓഫ് കാറ്റൽസ് ഇൻ എ സയന്റിഫിക് മാനറിലുള്ള ഫീഡിംഗ് ആയിരിക്കണം അല്ലെ, ആഹാരം കൊടുക്കുന്ന രീതി. Then disease free environmentലായിരിക്കണം ഈ ഫാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. സ്ട്രിഞ്ചന്റ് ക്ലീൻനെസ് ആൻഡ് ഹൈജീൻ, വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. Then regular visit of a veterinary surgeon. ഇടയ്ക്കിടയ്ക്ക് ഒരു വെറ്റിനറി സർജനെ കൊണ്ട് അവിടെ നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യിപ്പിക്കണം. മീൻസ് പുള്ളിയെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം? ആ ഡോക്ടറെ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കണം പശുക്കളെ അല്ലെങ്കിൽ നമ്മുടെ ആനിമലുകളെ. അപ്പൊ ഇത്രയുമാണ് എവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളൊരു ഡയറി ഫാം മാനേജ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഡയറി ഫാം നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് നോക്കിക്കോളൂ, നമ്മുടെ അനിമൽ ഹസ്ബൻഡറിയിൽ നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്നത് എന്താ? പൗൾട്രി ഫാം മാനേജ്മെന്റ്. എന്താ പൗൾട്രി? നമ്മൾ എല്ലാരും കേട്ടിട്ടുണ്ട് അല്ലെ പൗൾട്രി. പൗൾട്രി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പൗൾട്രി ഈസ് എ ക്ലാസ് ഓഫ് ബേർഡ്സ് അല്ലെ. പൗൾട്രി is a class of birds used for egg and meat അല്ലെ. എന്താ ഈ പൗൾട്രി എന്ന് പറഞ്ഞാൽ? പൗൾട്രി is a class of birds used for egg and meat അല്ലെ. മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി നമ്മൾ ചില പക്ഷികളെ വളർത്താറുണ്ട്. അതാണ് എന്തെന്ന് വിളിക്കുന്നത്? പൗൾട്രി എന്ന് വിളിക്കുന്നത്. അപ്പൊ പൗൾട്രി is a class of birds used for egg and meat. അപ്പൊ എഗ്ഗിനും മീറ്റിനും വേണ്ടി നമ്മൾ വളർത്തുന്ന കുറെ പക്ഷികളുണ്ട്. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൗൾട്രി ഫാം മാനേജ്മെന്റ്. ഓക്കെ, പൗൾട്രി എന്ന് വിളിക്കും. അപ്പൊ എന്താണ് പൗൾട്രി എന്ന് പറഞ്ഞാൽ? പൗൾട്രി ഈസ് എ ക്ലാസ് ഓഫ് ബേർഡ്സ് യൂസ്ഡ് ഫോർ എഗ് ആൻഡ് മീറ്റ്. അപ്പൊ മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി വളർത്തുന്ന പക്ഷികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൗൾട്രി എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? പൗൾട്രി ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് ചിക്കൻസ് ആൻഡ് ഡക്സ്, സംടൈംസ് ടർക്കി ആൻഡ് പീസ്. എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സാധാരണ ഈ പൗൾട്രിയിൽ കൂടുതലായിട്ടും വളർത്തുന്ന ആരെയാണ്? ചിക്കൻ ആൻഡ് ഡക്ക്, അതായത് കോഴിയെയും താറാവിനെയാണ് കൂടുതൽ വളർത്തുന്നത്.
നമ്മള് ചില പോൾട്രി ഫാമുകളിൽ പോയാൽ അവിടെ ടർക്കി മീൻസ് നമ്മൾ വാങ്കോഴി എന്ന് പറയുന്ന സാധനം, ടർക്കി, ഗീസ് മീൻസ് നമ്മൾ ഈ താറാവിനെ പോലെ, യഥാർത്ഥം പറഞ്ഞാൽ ചിലർ തന്നെ അരയന്നോ എന്നൊക്കെ, യഥാർത്ഥ അരയന്നൊന്നുമല്ല, നമ്മൾ വാത്ത എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാം അല്ലേ. അപ്പൊ അങ്ങനെ ഒരു നമ്മൾ ഗൂസ് എന്ന് പറയില്ല, അതിനാണ് ഗീസ് എന്ന് പറയുന്നത്. അപ്പം പൗൾട്രി ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് ചിക്കൻസ് ആൻഡ് ഡക്സ്. സാധാരണ പോൾട്രിയിൽ ചിക്കനും ഡക്കും കാണുന്നത് അല്ലെ, സംടൈംസ് ടർക്കി ആൻഡ് ഗീസ്. ഇപ്പം ചില പോൾട്രി ഫാമുകളിൽ ടർക്കിയും ഗീസും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ് പോൾട്രി ഫാം മാനേജ്മെന്റ്? പൗൾട്രി ഇസ് എ ക്ലാസ് ഓഫ് ബേർഡ്സ് യൂസ്ഡ് ഫോർ എഗ് ആൻഡ് മീറ്റ്. പൗൾട്രി ഇസ് എ ക്ലാസ് ഓഫ് ബേർഡ്സ് യൂസ്ഡ് ഫോർ എഗ് ആൻഡ് മീറ്റ്. അപ്പൊ എഗ്ഗിനും മീറ്റിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് ഓഫ് ബേർഡ്സിനാണ് എന്ത് വിളിക്കുന്നത്? പൗൾട്രി എന്ന് വിളിക്കുന്നത് അല്ലെ. പൗൾട്രി ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് ചിക്കൻസ് ആൻഡ് ഡക്സ്, സംടൈംസ് ടർക്കി ആൻഡ് ഗീസ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഈ പോൾട്രി ഫാമില് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? അപ്പൊ പോൾട്രി ഫാമില് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോകും. ഒന്നാമത്തെ കാര്യം, ഈ പൗൾട്രി ഫാമുകള് നമുക്കറിയാം, 1, 2, 10, 20 ഇതാണ് പക്ഷികളല്ല അല്ലെങ്കിൽ കോഴികളല്ല അവിടെ ഉള്ളത്. 100 അല്ല, 200 അല്ല, ചിലപ്പോ 500, 1000 വരെയൊക്കെ കാണും അല്ലേ. ഒരുപാട് എണ്ണമാണ് അല്ലേ. അപ്പം ഇതിന്ന് ഇപ്പൊ കോഴി എന്തിനാ അത്ര എണ്ണത്തിൽ വളർത്തുന്നത്? കുറച്ചൊന്നും വളർത്തുന്നതിന് വലിയ ലാഭം കിട്ടില്ലല്ലേ. അപ്പൊ കൂടുതൽ എണ്ണം വളർത്തുമ്പോൾ ഒരുപാട് ലാഭം കിട്ടും. അതിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മളൊരു പോൾട്രി ഫാം വിസിറ്റ് ചെയ്താൽ നമുക്കറിയാം, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ 50, 100 അല്ലെങ്കിൽ 10, 20 കോഴിയൊന്നുമല്ല അവിടെ ഉള്ളത്. അവിടെ 500, 1000 പക്ഷികളാ, കോഴികളാ അവിടെ ഉള്ളത്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് രോഗം വന്നാൽ മതി, എല്ലാവർക്കും പെട്ടെന്ന് സ്പ്രെഡായി എല്ലാവരും ചത്തുപോകും അല്ലേ. അപ്പൊ ആ ഫാമർക്ക് ഒരുപാട് നഷ്ടം വരാൻ സാധ്യതയില്ലേ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മള് പൗൾട്രി ഫാം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെലക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ ബ്രീഡ്സ്. സെലക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ ബ്രീഡ്സ്. സെലക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ ബ്രീഡ്സ്. ആരെ സെലക്ട് ചെയ്യണം? പെട്ടെന്ന് രോഗങ്ങൾ വരാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയില്ലാത്ത തരം വെറൈറ്റി കോഴികൾ തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബേർഡ്സ് തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇപ്പൊ കോഴി തന്നെ പല വെറൈറ്റികളില്ലേ, അതുപോലെ താറാവിനും പല വെറൈറ്റികൾ കാണും അല്ലേ. അപ്പൊ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ട ബ്രീഡ് ഇനം എങ്ങനെയുള്ളതായിരിക്കണം? ആ പെട്ടെന്ന് രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയില്ല, നല്ല, അതായത് ഉദ്ദേശിക്കുന്നത് ചില പ്രതിരോധ ശേഷിയുള്ള ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് കൂടുതലുള്ള ടൈപ്പ് പക്ഷികളെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പോൾട്രി ഫാമിൽ വളർത്താൻ. അതാണ് സെലക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ ബ്രീഡ്സ്. രണ്ടാമത് പ്രോപ്പർ ആൻഡ് സേഫ് ഫാം കണ്ടീഷൻ. പ്രോപ്പർ ആൻഡ് സേഫ് ഫാം കണ്ടീഷൻ. എന്താണ് ഈ പ്രോപ്പർ ആൻഡ് സേഫ് ഫാം കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോപ്പർ ആൻഡ് സേഫ് ഫാം കണ്ടീഷൻ, ഈ പൗൾട്രി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം പക്ഷികളാണ് അല്ലെങ്കിൽ കോഴി അങ്ങനെയുള്ളവരാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഫാമിനകത്തോട്ട് പാമ്പോ ചേരയോ അല്ലെങ്കിൽ പൂച്ചയോ പട്ടിയോ അങ്ങനെയുള്ള ആ രീതിക്കകത്ത് വരരുത്. അന്ന് എന്ത് ഈ കോഴികളൊക്കെ പിടിച്ച് തിരിഞ്ഞു അല്ലേ. അപ്പൊ അവിടെ വീണ്ടും കർഷക നഷ്ടം വരും. അതുകൊണ്ട് മറ്റാർക്കും അല്ലെങ്കിൽ മറ്റൊരു ജീവികൾക്കും ഇതിനകത്തോട്ട് കടക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ പ്രോപ്പറും സേഫും ആയിട്ടുള്ള ഫാം ആയിരിക്കണം കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം ഒരു കാരണവശാലും പാമ്പോ ചേരയോ പട്ടിയോ പൂച്ചയോ ഒന്നും ഇതിനകത്തോട്ട് കടക്കരുത്. ആ രീതിയിൽ വേണം നമ്മൾ ഫാം കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പൊ ആദ്യം എന്താ പറഞ്ഞ സെലക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ ബ്രീഡ്സ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇനം, ബ്രീഡ് ഇനം നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഇനമായിരിക്കണം. അവരെ വളർത്തണം, എന്നാലേ ലാഭം ഉണ്ടാവുള്ളൂ. ദെൻ പ്രോപ്പർ ആൻഡ് സേഫ് ഫാം കണ്ടീഷൻ. അപ്പൊ അടുത്ത മൂന്നാമത് നോക്കണം, ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ ഓഫ് ബേർഡ്സ്. ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ ഓഫ് ബേർഡ്സ് അല്ലെ. എന്താ ഹൈജീൻ? ഫാം കുറച്ച് വൃത്തിയുള്ളതായിരിക്കണം. എന്താ ഹെൽത്ത് കെയർ? ഈ കോഴികൾക്കൊക്കെ ചില പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഇഞ്ചക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ടാബ്ലറ്റ് ഗുളികകളുണ്ട്, അതിന്റെ ആഹാരത്തിലൂടെ എന്ത് ചെയ്യാണ്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പൊ എന്താണ് ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ ഓഫ് ബേർഡ്സ്? ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ ഓഫ് ബേർഡ്സ്. ഓക്കെ അല്ലേ. അപ്പം അതിന്റെ അവിടെ നല്ല വൃത്തിയുള്ള ഫാം ആയിരിക്കണം. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ എന്തുവാ, അതിന് ഓരോ സമയത്ത് അല്ലെങ്കിൽ ഒരു അതാണ് അല്ലെ മുട്ട വിരിഞ്ഞ് എത്ര ദിവസം, ചിലപ്പോൾ ഒരു 15 ദിവസം ആകുമ്പോഴേക്കും ഒരു വാക്സിൻ കൊടുക്കേണ്ടത്, ചിലപ്പോൾ 1 മാസം ആകുമ്പോഴായിരിക്കും അടുത്ത വാക്സിൻ കൊടുക്കേണ്ടത്. അങ്ങനെ റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈ പക്ഷികൾക്ക് ചില വാക്സിനേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് രോഗം വന്നവര് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ. അടുത്ത് പ്രോപ്പർ ഫീഡ് ആൻഡ് വാട്ടർ ഫോർ ബേർഡ്സ് അല്ലേ. ഇവർക്ക് പ്രത്യേകിച്ച് അല്ലേ
വീട്ടില് 2 3 അല്ലെങ്കിൽ 5 കോഴി വളർത്തിയ വല്ല അരിയോ ഗോതമ്പോ അല്ലെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നത്. എന്നാൽ ഈ പക്ഷികൾക്ക് അല്ലെങ്കിൽ ഈ കോഴി ഇതുപോലുള്ള പൗൾട്രി ഫാമിൽ വളർത്തുന്ന പക്ഷികൾക്ക് പ്രത്യേകം എന്തുണ്ട്, തീറ്റയുണ്ട്, അവർക്കുള്ള ഫുഡുണ്ട്. അപ്പൊ അത് തന്നെ കൊടുക്കണം അല്ലേ. അപ്പം പ്രോപ്പർ ഫീഡ് ആൻഡ് വാട്ടർ ഫോർ ബേർഡ്സ്, പ്രോപ്പർ ഫീഡ് ആൻഡ് വാട്ടർ ഫോർ ബേർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോഴിയും താറാവിനെയൊക്കെയാണ് ബേർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു പൗൾട്രി ഫാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം നോക്കൂ, സെലക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ ബ്രീഡ്സ്, സെലക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ ബ്രീഡ്സ്, പ്രോപ്പർ ആൻഡ് സേഫ് ഫാം കണ്ടീഷൻ. മൂന്നാമത്തെ ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ. ഹൈജീൻ മീൻസ് വൃത്തി, ഹെൽത്ത് കെയർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ പക്ഷികൾക്ക് കൊടുക്കേണ്ട ചില വാക്സിനേഷൻ ഒക്കെ ഉണ്ട് അല്ലെ, ചില മരുന്നുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. അടുത്ത പ്രോപ്പർ ഫീഡ് ആണ്. അപ്പൊ അതിന് വേണ്ടി പ്രോപ്പർ ആയിട്ടല്ലേ. അപ്പൊ 2 കാര്യങ്ങളാണ് ഈ പക്ഷികളെ വളർത്തുന്നതുകൊണ്ട് നമുക്ക് 2 കാര്യങ്ങൾ, ഒന്ന് എഗ്ഗും മറ്റേത് മീറ്റും അല്ലെ. അതിന്റെ ഇറച്ചി കിട്ടണമെങ്കിൽ അതിന് നല്ല കൂടുതൽ ഇറച്ചി അല്ലെ, കൂടുതൽ മീറ്റ് കിട്ടണമെങ്കിൽ അതിന് നല്ല വെയിറ്റ് വേണം. വെയിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നല്ല ഫുഡ് കൊടുക്കണം. അതാണ് പ്രോപ്പർ ഫീഡ്. അതിനുവേണ്ടി പ്രത്യേകമുള്ള ഫുഡുകളുണ്ട്, അത് കൊടുക്കണം. പ്രോപ്പർ ഫീഡ് ആൻഡ് വാട്ടർ ഫോർ ബേർഡ്സ്, കൃത്യമായിട്ട് അതിന് കോഴികൾക്കും വെള്ളമൊക്കെ അല്ലെങ്കിൽ ആ പക്ഷികളും വെള്ളവും കുടിക്കും. അതിന് പ്രത്യേക രീതിയിലൊക്കെ വെള്ളം കൊടുക്കേണ്ട സംവിധാനങ്ങളൊക്കെ നിങ്ങൾ ഫാമുകളിൽ പോയാൽ കാണാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എവിടെ ശ്രദ്ധിക്കേണ്ടത്? പൗൾട്രി ഫാം മാനേജ്മെന്റ്. അപ്പൊ നമ്മള് ഡയറി ഫാം മാനേജ്മെന്റ് പഠിച്ചു, അവിടെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ പഠിച്ചു. നമ്മളിപ്പോ പൗൾട്രി ഫാം മാനേജ്മെന്റ് പഠിച്ചു, അവിടെയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവരിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും അല്ലെ, കർഷകന് അല്ലെങ്കിൽ ഫാമർക്ക് കൂടുതൽ ലാഭം കിട്ടുള്ളൂ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാ? പൗൾട്രി ഫാം മാനേജ്മെന്റ്, ഡയറി ഫാം മാനേജ്മെന്റ് അല്ലേ. അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എപ്പികൾച്ചർ അല്ലെങ്കിൽ ബീ കീപ്പിംഗ് ആണ്. എന്താ എപ്പികൾച്ചർ അല്ലെങ്കിൽ ബീ കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ? എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ബീ കീപ്പിംഗ്. നമ്മള് തേനീച്ച വളർത്താൻ എന്നുണ്ടെങ്കിൽ ബീ കീപ്പിംഗ് അല്ലെ. എപ്പികൾച്ചർ അല്ലെങ്കിൽ ബീ കീപ്പിംഗ്, തേനീച്ച വളർത്തൽ അല്ലെ, തേനീ. അപ്പൊ എന്താണ് ഈ തേനീച്ച വളർത്തൽ? ഈ തേനീച്ചയുടെ സയന്റിഫിക് നെയിം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുക്കുന്നുണ്ട്, ഓർമ്മിച്ചിരിക്കുക. എപ്പിസ് ഇൻഡിക എന്നാണ് കേട്ടോ. ഈ ഹണിബീയുടെ സയന്റിഫിക് നെയിം എന്താണ്? എപ്പിസ് ഇൻഡിക. എപ്പിസ് ഇൻഡിക എന്നാണ് ആൻഡ് സയന്റിഫിക് നെയിം, ഹണിബീസിന്റെ സയന്റിഫിക് നെയിം. അപ്പൊ എന്താണ് എപ്പികൾച്ചർ? എങ്ങനെയാണ് പറയുന്നത്? എപ്പികൾച്ചർ ഈസ് ദി മെയിന്റനൻസ് ഓഫ് ഹൈവ്സ് ഫോർ ഹണിബീസ്. എന്തുണ്ടാക്കി? ഹൈവുകൾ ഉണ്ടാക്കി. ഹൈവ് മീൻസ് HIV. ഹൈവ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ തേനീച്ചകൾ ഉണ്ടാക്കുന്ന കൂടെ നമ്മൾ ഹണി കോംബ് എന്നാ പറയുന്നല്ലേ, ഹണി കോംബ്. എന്നാൽ ഈ തേനീച്ചകളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു കൂടുണ്ട്. നിങ്ങൾ ആ കൂട് കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ചതുരപ്പെട്ടിയാണ്. ആ കൂട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഈ ഷേപ്പിലിരിക്കും അല്ലെ, ഒരു വുഡൻ ബോക്സ് ആണ്. ഇങ്ങനെ ഈ ഷേപ്പിലിരിക്കുന്ന ഒരു വുഡൻ ബോക്സ് ആണ്. ഈ വുഡൻ ബോക്സ് എങ്ങനെ ഇരിക്കുന്നു? ഒരു ഇങ്ങനെ ഒറ്റക്കാലല്ലേ, ഒറ്റക്കാലിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ഒരു വുഡൻ ബോക്സ് ആണ് എന്ന് പറയുന്നത് ഈ തേനീച്ചക്കൂട് എന്ന് പറയുന്നത് അല്ലെ. ഒറ്റക്കാലിൽ ഇങ്ങനെ നിർത്തിയിട്ടുള്ള ഒരു വുഡൻ ബോക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തേനീച്ചക്കൂട് എന്ന് വിളിക്കുന്നത് അല്ലെ. നമ്മൾ എവിടെയെങ്കിലും എന്താണ് ധാരാളം റബ്ബറൊക്കെ ഉള്ള സ്ഥലങ്ങളിലോ അങ്ങനെ ധാരാളം ചെടികളും മരങ്ങളും ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വുഡൻ ബോക്സ് കൊണ്ട് നമ്മൾ അതിന്റെ ആൾക്കാർ വെക്കാറുണ്ട് അല്ല. അതിനകത്ത് ധാരാളം തേനീച്ചകളാണ്. എന്നിട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് വെക്കുന്നത് ധാരാളം ചെടികളും മരങ്ങളും ഉള്ളിടത്ത് വെച്ചാല് ഈ ബോക്സിനകത്ത് എന്ത് കിട്ടുള്ളൂ? തേൻ. ഈ ബോക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൈവ് എന്ന് വിളിക്കുന്നത്. ഇത് തേനീച്ച ഉണ്ടാക്കിയതല്ലോ, നമ്മൾ ഉണ്ടാക്കിയതല്ലേ, അതാണ് ഹൈവ്. തേനീച്ച ഉണ്ടാക്കുന്നത് ഇതിനകത്ത് കോമ്പുകളാണ്, കുറെ അറകളാണ് ഉണ്ടാക്കുന്നത് അല്ലേ, അത് ഹണി കോമ്പ് എന്ന് പറയും. തേനീച്ചകൾക്ക് വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന കൂടുകളെയാണ് എന്ത് വിളിക്കുന്നത്? ഹൈവ്. അപ്പൊ ഇത്തരത്തിലുള്ള ഹൈവുകൾ ഉണ്ടാക്കിക്കൊണ്ട് തേനീച്ചകളെ സംരക്ഷിക്കുന്നതിന്, ഇത്തരത്തിലുള്ള ഹൈവുകൾ ഉണ്ടാക്കിക്കൊണ്ട് തേനീച്ചകളെ സംരക്ഷിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? എപ്പികൾച്ചർ അല്ലെങ്കിൽ ബീ കീപ്പിംഗ്. അപ്പൊ എപ്പികൾച്ചർ ഈസ് ദി മെയിന്റനൻസ് ഓഫ് ഹൈവ്സ് ഫോർ ഹണി ബീസ്, ഫോർ ഹണി ആൻഡ് ബീ വാക്സ്. അപ്പൊ പ്രധാനമായിട്ട് 2 സാധനങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. എന്താ കിട്ടും? ഹണിയും കിട്ടും, ബീ വാക്സും കിട്ടും. എന്താ ഈ ബീ വാക്സ് എന്ന് പറഞ്ഞാൽ? ഈ തേനീച്ച കൂടുന്നത് തേനെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് പറ്റിപ്പിടിക്കുന്ന പശ പോലത്തെ ഒരു സാധനമാണ് അല്ലേ, അതിനാണ് നമ്മൾ ബീ വാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹണി ഈസ് എ ന്യൂട്രിറ്റീവ് ഫുഡ് ആൻഡ് യൂസ്ഡ് ഇൻ മെഡിസിൻസ്. ഹണി എന്ന് പറയുന്നത് നല്ലൊരു ന്യൂട്രിറ്റീവ് ഫുഡുമാണ്, ഓൾസോ യൂസ്ഡ് ഇൻ മെഡിസിൻസ്. എന്തിൽ ഉപയോഗിക്കുന്നു? മെഡിസിനുകളിൽ ഉപയോഗിക്കുന്നു. അപ്പൊ ഹണി ഈസ് എ ന്യൂട്രിറ്റീവ് ഫുഡ് ആൻഡ് യൂസ്ഡ് ഇൻ മെഡിസിൻസ്. ബീ വാക്സ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് കോസ്മെറ്റിക്സ് ആൻഡ് പോളിഷസ്. എന്തൊക്കെ ഉണ്ടാക്കാൻ? കോസ്മെറ്റിക്സും പോളിഷുകളും ഉണ്ടാക്കാൻ. കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അറിയാമോ? മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്ന സൗന്ദര്യ വർദ്ധിത വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്മെറ്റിക്സ് എന്ന് വിളിക്കുന്നത് അല്ലെ.
നമുക്കറിയാം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരും അല്ലാത്തവരും സാധാരണക്കാരും ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ ഏറ്റവും മേക്കപ്പ് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താ, ഈ സിനിമ സീരിയൽ രംഗത്തൊക്കെ അഭിനയിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക്. അല്ലാത്തവരും മേക്കപ്പ് ഒക്കെ ധാരാളം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും എന്താണ് ഈ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ? സൗന്ദര്യ വർദ്ധിത വസ്തുക്കൾ അല്ലെ, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്മെറ്റിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി, അപ്പം എപ്പികൾച്ചറിൽ നമുക്ക് രണ്ട് സാധനങ്ങളാണ് കിട്ടുന്നത്. നമ്മുടെ പെട്ടെന്ന് നമ്മൾ എന്ത് മാത്രമേ ചിന്തിക്കൂ? ഹണി മാത്രമേ ചിന്തിക്കൂ. ഹണി. അപ്പൊ ഹണി മാത്രമല്ല അവിടെ നിന്ന് കിട്ടുന്നത്, എന്തും കൂടി കിട്ടും, ബീ വാക്സും കൂടി കിട്ടും അല്ലെ. അപ്പം എപ്പികൾച്ചർ ഈസ് ദി മെയിന്റനൻസ് ഓഫ് ഹൈവ്. ഹൈവിന്റെ മീനിങ് മനസ്സിലായല്ലോ. തേനീച്ചകൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന കൂടുകളെയാണ് എന്ത് വിളിക്കുന്നത്? ഹൈവ്. മെയിന്റനൻസ് ഓഫ് ഹൈസ് ഫോർ ഹണി ബീസ്. ഫോർ എന്തിനൊക്കെ വേണ്ടിട്ട്? ഹണി ആൻഡ് ബീ വാക്സ്. നമുക്ക് രണ്ട് സാധനങ്ങൾ അതിൽ നിന്ന് കിട്ടും, ഹണിയും കിട്ടും ബീ വാക്സും കിട്ടും. ഹണി ഈസ് എ ന്യൂട്രിറ്റീവ് ഫുഡ് ആൻഡ് യൂസ്ഡ് ഇൻ മെഡിസിൻസ്. ഹണി നോട്ട് ഓൺലി ഒരു ന്യൂട്രിറ്റീവ് ഫുഡ്, ഓൾസോ യൂസ്ഡ് ഇൻ മെഡിസിൻസ്. എവിടെ ഉപയോഗിക്കുന്നുണ്ട്? മെഡിസിനുകളിൽ ധാരാളമായിട്ട് ആരോ ഉപയോഗിക്കുന്നുണ്ട്? ഈ ഹണി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. നല്ല മെഡിസിനൽ വാല്യുള്ള സാധനമാണ് ഈ ഹണി എന്ന് പറയുന്നത്. ബീ വാക്സ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് കോസ്മെറ്റിക്സ് ആൻഡ് പോളിഷസ്. എന്തിനൊക്കെ വേണ്ടിട്ട്? കോസ്മെറ്റിക്സും അല്ലെ, കോസ്മെറ്റിക്സ് അതുപോലെ പോളിഷുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആര് ഉപയോഗിക്കാം? ബീ വാക്സ് ഉപയോഗിക്കാം അല്ലെ. ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്, എപ്പികൾച്ചറിലൂടെ കിട്ടുന്നത്. അപ്പൊ ഹണി ബീയുടെ സയന്റിഫിക് നെയിം മറന്നു പോകരുത്. ഹണി ബീയുടെ എന്താണ്? എപ്പിസ് ഇൻഡിക എന്നാണ്. എപ്പിസ് ഇൻഡിക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇനി എന്തായാലും പഠിക്കാൻ പോകുന്നത്, അപ്പൊ തേനീച്ച വളർത്തൽ അല്ലെ, ബീ കീപ്പിംഗ് അല്ലെങ്കിൽ എപ്പികൾച്ചറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ എപ്പികൾച്ചറിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? knowledge of the nature and habit of honeybees. Nature and habit of honeybees. എന്താ ഈ nature and habit ഉദ്ദേശിക്കുന്നത്? ഈ തേനീച്ചകളെ പറ്റി നമുക്ക് നല്ല അറിവുണ്ടായിരുന്നു അല്ലെ. ഹണി ബീസിനെ പറ്റി എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ്, ഏത് സീസണിലാണ് അവർ കൂടുതൽ ഹണി കളക്ട് ചെയ്യുന്നത് അല്ലെ, എപ്പോഴാണ് അതിന്റെ റീപ്രൊഡക്ഷൻ ടൈം അല്ലെ, എപ്പോഴാണ് അത് മുട്ടയിടുന്ന സമയം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവരെ പറ്റി പറയാം അല്ലെ. അപ്പൊ ഏത് സീസണിലാണ് കൂടുതൽ തേനെടുക്കുക, ഏത് സമയത്താണ് അല്ലെ അവർ റീപ്രൊഡക്ഷൻ നടത്തുന്നത്, എപ്പോഴാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ അവയെ പറ്റി മനസ്സിലാക്കിയിരിക്കേണ്ട കുറെ കാര്യം. ഇനി അതിനകത്ത് മെയിൽ ഹണി ബി വരും, ഫീമെയിൽ ഹണി ബി വരും അല്ലെ, പിന്നെ ക്യൂൻ വരും അല്ലെ, റാണി ഈച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമാണ്. അങ്ങനെ പലതരത്തിലുള്ള സംഭവമാണ്. അപ്പൊ ഇങ്ങനെ തേനീച്ചകൾക്ക് ചില പൊതുവായ സ്വഭാവ സവിശേഷതകളുണ്ട് അല്ലെ. തേനീച്ചകൾ ചില കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ നോയിങ് ദി നേച്ചർ ആൻഡ് ഹാബിറ്റ് ഓഫ് ഹണിബീസ് എന്നാണ് അതിന്റെ നേച്ചറും ഹാബിറ്റും. നേച്ചറും ഹാബിറ്റ് അതിന്റെ രീതികൾ എന്നാണ് അതിന്റെ. ആ തേനീച്ചകൾക്ക് ചില പൊതുവായ രീതികളുണ്ട്. ആ രീതികളൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് നന്നായിട്ട് എന്ത് നടത്താൻ പറ്റൂ? എപ്പികൾച്ചർ നടത്താം. അപ്പൊ വീണ്ടും ഒന്നുകൂടി പറഞ്ഞു തരാൻ, എന്താണ് നേച്ചർ ആൻഡ് ഹാബിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ ചില പ്രത്യേകതകൾ, അവരുടെ ചില രീതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? നോയിങ് ദി നേച്ചർ ആൻഡ് ഹാബിറ്റ് ഓഫ് ഹണിബീസ്. അത് രണ്ടാമത് സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ പ്ലേസിംഗ് ബീ ഹൈവ്സ്. സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ പ്ലേസിംഗ് ബീ ഹൈവ്. അപ്പൊ ബീ ഹൈവുകളെ പ്ലേസ് ചെയ്യാൻ, ബീ ഹൈവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒറ്റക്കാലിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എന്താണ് വുഡൻ ബോക്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഹൈവ് എന്ന് പറയുന്നത്. ആ ഹൈവിനകത്താണ് ആരുള്ള? ഹണി ബീസ് ഉള്ളത്. അപ്പൊ ഈ ഹൈവ് നമ്മൾ എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത്? എവിടെയെങ്കിലും ഒരിടത്ത് സ്ഥാപിക്കണമല്ലോ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായി ചില എന്താണ് റബ്ബർ ധാരാളമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കൂടുതൽ ചെടികളും മരങ്ങളും ഒക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ആരെ പ്ലേസ് ചെയ്യുന്നത്? ഈ ബീ ഹൈവ്സിനെ പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ഈ തേനീച്ചയ്ക്ക് ആ പൂക്കളിൽ നിന്നൊക്കെ എന്ത് കളക്ട് ചെയ്യാൻ പറ്റൂ? ഹണി അല്ലെ, ഹണി കളക്ട് ചെയ്യാൻ. ക്ലിയർ? അപ്പൊ ഒന്നാണ് സ്യൂട്ടബിൾ ലൊക്കേഷൻ. അല്ലാതെ ഒരു മരങ്ങളും ഒരു ചെടികളും ഒന്നും ഇല്ലാത്ത ഭയങ്കരമായിട്ട് എന്താണ് ചൂടുള്ള കുറെ പാറ പ്രദേശമാണ്, അവിടെ ചെടികളും മരങ്ങളും അതില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഹൈവ് കൊണ്ട് വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, തേൻ കിട്ടില്ല അല്ലേ. ഇപ്പൊ നമുക്ക് അവിടെ ഹണിയാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ ബീ ഹൈവുകൾ എന്ത് ചെയ്യാൻ പറ്റൂ? പ്ലേസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ മൂന്നാമത്തെ മാനേജ്മെന്റ് ഓഫ് ബീ ഹൈവ്സ് ഡ്യൂറിംഗ് ഡിഫറന്റ് സീസൺസ്. എന്താണ് ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഈ ബീ ഹൈവുകളുടെ മാനേജ്മെന്റ് മഴക്കാലം വരും, മഞ്ഞുകാലം വരും, ചൂടുകാലം വരും. അങ്ങനെ നമുക്ക് പല സീസണൽ വേരിയേഷൻസ് ഉണ്ട് അല്ലെ, പല സീസണുകൾ നമുക്ക് കിട്ടും.
എല്ലാ സീസണുകളിലും ഈ ബീ ഹൈവുകളെ ഒരുപോലെ അല്ല പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, മഴക്കാലം വരുന്ന സമയത്ത് ഈ ബീ ഹൈവിന്റെ മുകളിൽ റൂഫ് വയ്ക്കും. റൂഫ് എന്താ, അതിനകത്ത് വെള്ളം വീഴാതിരിക്കുക. ചൂടുകാലം വരുമ്പോ എന്ത് ചെയ്യും? മഴക്കാലവും മഞ്ഞുകാലം വരുമ്പോഴേ റൂഫ് വയ്ക്കാറുണ്ട്. ചൂടുകാലം വരുമ്പോൾ റൂഫ് എടുത്ത് അങ്ങ് മാറ്റുക, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും അകത്ത്, അല്ലേ? അപ്പൊ അങ്ങനെ പല രീതിയിലാണ് ബീ ഹൈവ് മാനേജ് ചെയ്യേണ്ടത് സീസൺ അനുസരിച്ച്. അപ്പം മാനേജ്മെന്റ് ഓഫ് ബീ ഹൈവ്സ് ഡ്യൂറിംഗ് different seasons. Management of beehives during different seasons. But different സീസണുകളിൽ ബീ ഹൈവുകളെ എങ്ങനെ മാനേജ് ചെയ്യണം? ഡിഫറന്റ് സീസണുകളിൽ ബീ ഹൈവുകളെ എങ്ങനെ മാനേജ്മെന്റ് ഓഫ് ബീ ഹൈവ്സ് ഡ്യൂറിംഗ് ഡിഫറന്റ് സീസൺസ്, അല്ലെ? ഓരോ സീസണൽ വേരിയേഷൻ വരുമ്പോഴും അപ്പോഴൊക്കെ എങ്ങനെയാണ് ഈ ബീ ഹൈവുകളെ മാനേജ് ചെയ്യുന്നത്? അപ്പൊ അടുത്ത് നാലാമത്തെ പോയിന്റ് ഞാൻ ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ഷൻ ഓഫ് ഹണി ബീസ്. Handling and collection of honey and bee wax. അതായത് ഈ ഹൈവുകൾക്കുള്ളിൽ നിന്ന് ഈ ഹണിയും ബീ വാക്സും കളക്ട് ചെയ്യുന്നത്, അല്ലെ? എങ്ങനെയെങ്കിലും കളക്ട് ചെയ്താൽ മതിയോ? ഈ എന്താണ്, ആ ബീ ഹൈവിനെ അടിച്ചു പൊട്ടിച്ച് അതിനകത്തിരിക്കുന്ന ഹണിയൊക്കെ എടുത്തിട്ട് പിന്നെ അത് തിരിച്ച് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം പ്രോപ്പർ ആയിട്ട് അത് ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് അധികം തേനീച്ചകൾ ചത്തുപോകാതെ, അവർ നശിച്ചു പോകാതെ ഈ ഹണി ബീസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഇതിനകത്ത് ഹണി കളക്ട് ചെയ്യാം, ബീ വാക്സ് കളക്ട് ചെയ്യാന്നൊക്കെ അത് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ഈ എപ്പികൾച്ചർ അല്ലെങ്കിൽ ബീ കീപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം, അല്ലെ? അപ്പൊ എങ്ങനെയും നമ്മൾ എടുത്താൽ മതിയോ? ഈ എന്താണ്, ഹണി ധാരാളമായിട്ടിരിക്കുന്ന ഈ ബീ ഹൈവുകൾ എടുത്ത് തറയിലിട്ട് പൊട്ടിച്ചിട്ട് അതിനകത്ത് തേനെടുത്താൽ മതിയോ? അങ്ങനെ എടുത്താൽ പോരാ, അല്ലേ? അപ്പൊ അത് എടുക്കേണ്ട ചില പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളിൽ മാത്രമേ ഹണിയും ബീ വാക്സും കളക്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള അതിനകത്ത് ഹണിയും ബീ വാക്സും കളക്ട് ചെയ്യാൻ പറ്റില്ല. അടുത്ത് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളിലൂടെയാണ് ആ ലാസ്റ്റ് പോയിന്റ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിന്റെ അടുത്തായിട്ട് നമ്മൾ ഒരു 5 ബീ ഹൈവുകൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. 5 ബീ ഹൈവ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് 5 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ 5 എണ്ണത്തിന് ധാരാളം ഹണി ബീസ് ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് ധാരാളം എന്തും കിട്ടുന്നുണ്ട്, തേനും ഹണിയും കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ വിശാലമായിട്ടുള്ള ഒരു പറമ്പാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഹൈവുകൾ കൂടി വേണമെങ്കിൽ ആ പറമ്പിൽ വയ്ക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതുതായിട്ട് തടിയിൽ ഒരു 5 ബോക്സുകൾ പുതുതായിട്ട് ഉണ്ടാക്കി. ഈ പറഞ്ഞ ഹൈവുകൾ നമ്മൾ ആ പുതുതായിട്ട് ഉണ്ടാക്കിയ ഹൈവുകളിലേക്ക് ഹണി ബീ വേണമല്ലോ, തേനീച്ചകളാണല്ലോ. എവിടെ നിന്ന് കിട്ടും? നമ്മൾ പ്രത്യേകിച്ച് പോയി വാങ്ങിക്കൊണ്ട് പറഞ്ഞ എവിടെയെങ്കിലും ഒന്നും വേണ്ട. നമ്മൾക്ക് നിലവിൽ കുറച്ച് 5 കൂടുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആദ്യമേ ഞാൻ പറഞ്ഞത് നമുക്ക് നിലവിൽ അവിടെ 5 കൂടുകളുണ്ട്, ധാരാളം തേനീച്ചയുണ്ട്, നമുക്ക് തേനൊക്കെ കിട്ടുന്നുണ്ട്, അതിന് ധാരാളം തേനീച്ചയില്ലേ. അപ്പൊ അവരെ ഗ്രൂപ്പുകളാണ്. അവരെന്ത് ചെയ്യണം? ഗ്രൂപ്പ് മീൻസ് ഒരു തേനീച്ച കൂടിനകത്ത് ധാരാളം തേനീച്ച ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ പകുതി ആ കൂട്ടിൽ വെച്ചിട്ട് ബാക്കി പകുതി തേനീച്ചകളെ എടുത്ത് നമുക്ക് ഇവിടെ കൊണ്ടുപോകാം, പുതിയ കൂട്ടിലോട്ട് കൊണ്ടുപോവാം. അതാണ് അവരെ കോളനിയാക്കുക, അവരെ ഗ്രൂപ്പുകളാക്കി എന്ത് ചെയ്യാം, പുതിയ കൂടുകളിലേക്ക് കൊണ്ടുപോകും. അപ്പം നമുക്ക് തേനീച്ചക്കൂടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ തേനീച്ചക്കൂട് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വേറെ തേനീച്ച നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല. എന്തുകൊണ്ടില്ല? നിലവിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള തേനീച്ചക്കൂടുകളെല്ലാം ധാരാളം തേനീച്ചകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അവരെ ഗ്രൂപ്പുകളാക്കി എവിടേക്ക് കൊണ്ടുപോവുക? പുതിയ തേനീച്ചക്കൂടിലേക്ക് കൊണ്ടുപോവുക. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പുകളാക്കാൻ പറ്റും, അല്ലെ? തേനീച്ചകളുടെ ഗ്രൂപ്പുകളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സ്വാംസ് എന്നാണ് വിളിക്കുന്നത്. സ്വാംസ്, SWRM. അപ്പം ഇവരുടെ സാംസിനെ അല്ലെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? പുതിയ കൂടുകളിലേക്ക് കൊണ്ടുപോയി നമുക്ക് പ്ലേസ് ചെയ്യാം, അല്ലെ? അപ്പൊ നമ്മൾക്ക് പുതുതായിട്ട് തേനീച്ചക്കൂട് ഉള്ള, നമുക്ക് നിലവിൽ 5-6 കുറച്ച് തേനീച്ചക്കൂട് ഉണ്ടെങ്കിൽ പുതിയ തേനീച്ചക്കൂട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഈച്ചകളെ വാങ്ങേണ്ട കാര്യമില്ല. തേനീച്ച വാങ്ങണോ? വേണ്ട. എന്തുകൊണ്ട് വേണ്ട? നിലവിൽ നമ്മുടെ കയ്യിൽ കുറെ കൂടുകളുണ്ട്, അതിനകത്ത് തേനീച്ചകളുണ്ട്, അതിൽ നമുക്ക് ധാരാളം തേനും കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് വുഡൊക്കെ ഉപയോഗിച്ച്, തടിയൊക്കെ ഉപയോഗിച്ച് പുതിയ തേനീച്ചക്കൂടൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആ തേനീച്ചക്കൂടിലേക്ക് ആവശ്യമായ തേനീച്ചകളെ നമ്മൾ വേറെ വാങ്ങണ്ട, വേറെ ആരുടെ നിന്ന് വാങ്ങണ്ട. എന്തുകൊണ്ടാ? നിലവിൽ നമ്മുടെ കൂടുകൾക്കകത്ത് ധാരാളം തേനീച്ചകളില്ലേ, അവരിൽ കുറച്ചുപേർ എന്താക്കാം? ഗ്രൂപ്പുകളാക്കിയിട്ട്, അല്ലെ? അവിടെ പകുതി തേനീച്ച അവിടെ വെച്ചിട്ട് ബാക്കി പകുതി നമുക്ക് എന്ത് ചെയ്യാം? പുതിയ കൂട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ പഴയ കൂട്ടിൽ പകുതി ഉണ്ട്, അതിന്റെ പകുതിയാണ് നമ്മൾ ഇവിടെ കൊണ്ടുപോയത് പുതിയ കൂടുകളിലേക്ക് കൊണ്ടുപോയത്.
അപ്പൊ പഴയ കൂടുണ്ട്, ഇപ്പൊ നമുക്ക് പുതുതായിട്ട് വെച്ച കൂട്ടിനകത്തും തേനീച്ചുണ്ട്. അപ്പൊ രണ്ടിടത്തും ഇല്ലേ? അങ്ങനെ നമ്മുടെ കുറച്ച് തേനീച്ചകളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 2-3 തേനീച്ചക്കൂടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര ഹൈവുകൾ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാം. ഒരു വുഡൻ ബോക്സ് ഉണ്ടാക്കുന്ന കാര്യമുള്ളൂ. അതിന് ഒരു തൂണിൽ അവിടെ നിർത്തുക, എന്നിട്ട് പഴയ കൂടുകളിൽ നിന്ന് കുറച്ച് തേനീച്ചയെ കളക്ട് ചെയ്ത്, എല്ലാം എടുക്കരുത്, കുറച്ച് തേനീച്ചയെ കളക്ട് ചെയ്തിട്ട് പുതിയ കൂടുകളിലേക്ക് എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. എപ്പികൾച്ചർ അല്ലെങ്കിൽ ബീ കീപ്പിംഗ്, എപ്പികൾച്ചർ അല്ലെങ്കിൽ ബീ കീപ്പിങ്ങിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡയറി ഫാം മാനേജ്മെന്റ് പഠിച്ചു, പൗൾട്രി ഫാം മാനേജ്മെന്റ് പഠിച്ചു, എപ്പികൾച്ചർ അല്ലെങ്കിൽ ബീ കീപ്പിംഗ് പഠിച്ചു, അല്ലെ തേനീച്ച വളർത്തല്, അത് പഠിച്ചു. അപ്പൊ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് പിസികൾച്ചർ ആണ്. എന്താണ് ഈ പിസികൾച്ചർ? അപ്പൊ എന്താ പിസികൾച്ചർ? കൾട്ടിവേഷൻ ഓഫ് ഫിഷസ്. ആരെ വളർത്തുന്നതിന്? മീനിനെ വളർത്താൻ. നമ്മൾ മീൻ വളർത്തുന്ന കടലിലാണ് അല്ല, കായലിലാണോ? അല്ല. ഒന്നുകിൽ എന്താണ്, നമ്മൾ തന്നെ കുളങ്ങൾ ഉണ്ടാക്കി കുളത്തിനകത്ത് വളർത്തും, അല്ലെങ്കിൽ വലിയ ഫിഷ് ടാങ്ക് ഒക്കെ കെട്ടി. ഈ അക്വേറിയം അല്ല ഉദ്ദേശിക്കുന്നത്. അക്വേറിയം എന്ന് പറഞ്ഞാൽ എന്താ? ഓർണമെന്റൽ ഫിഷ് മീൻസ് ഭംഗിക്ക് വേണ്ടി, നമ്മൾ കാണാൻ ഭംഗിക്ക് വേണ്ടി. അല്ലാതെ ഈ അക്വേറിയത്തിൽ വളർത്തുന്ന മീനിനെ നമ്മൾ എന്താണ് ഫ്രൈ ആക്കി കഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ കറിയാക്കി കഴിക്കാറുണ്ടോ? ഇല്ല, അത് ഭംഗിക്ക് വേണ്ടി വളർത്തുന്നത്. എന്നാൽ അല്ലാതെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് മീൻ വളർത്തില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിസികൾച്ചർ. അപ്പൊ പിസികൾച്ചർ ഈസ് ദി കൾട്ടിവേഷൻ ഓഫ് ഫിഷസ്. പിസികൾച്ചർ ഈസ് ദി കൾട്ടിവേഷൻ ഓഫ് ഫിഷസ്. അപ്പം കടലിൽ നിന്ന് എന്താണ് പലരുടെ കയ്യിൽ മാറി നമ്മുടെ അടുത്തെത്തുന്ന ഫിഷസ് ഉണ്ട്. മീൻസ് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട്, അവരിൽ നിന്ന് വാങ്ങി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ആ ഫിഷ് മാത്രമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലാതെ തന്നെ പലരും വളർത്തുന്ന ഫിഷസ് ഉണ്ട്. ഒന്നുകില് അവരുടെയൊക്കെ പറമ്പിൽ വലിയ കുളം ഉണ്ടാക്കിയിട്ട് ആ കുളത്തിനകത്ത് ഫിഷിനെ വളർത്താം. അതിന് സൗകര്യം ഇല്ലാത്തവർ എന്താണ്, വലിയ ടാങ്കുകളൊക്കെ, കോൺക്രീറ്റ് ടാങ്കുകളൊക്കെ ഉണ്ടാക്കി അതിനകത്ത് എന്ത് ചെയ്യാറുണ്ട്? ഫിഷസിനെ വളർത്താറുണ്ട്. അപ്പൊ ആ രീതിയെ വിളിക്കുന്ന പേരാണ് പിസികൾച്ചർ. അപ്പം പിസികൾച്ചർ ഈസ് ദി കൾട്ടിവേഷൻ ഓഫ് ഫിഷസ്. ഫിഷസിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? പിസികൾച്ചർ എന്ന് വിളിക്കുന്നത്. പിസികൾച്ചർ. അപ്പൊ എന്താണ് അക്വാകൾച്ചർ? അതുപോലൊരു ടേമാണ്. ഇറ്റ് ഈസ് ദി കൾട്ടിവേഷൻ ഓഫ് aquatic animals and plants. Aquatic animals and plants. വെള്ളത്തിൽ വളരുന്ന ആരെ വളർത്തിയാലും. അപ്പൊ ഞാൻ ഫിഷ് എന്നല്ല, അവിടെ അക്വാട്ടിക് ആനിമൽസ് എന്നാ പറഞ്ഞ. ഫിഷ് മാത്രമാണോ? ഫിഷ് വരില്ലേ, ക്രാബ് വരില്ലേ, ഫിഷ്, ക്രാബ്, അതുപോലെ പ്രോൺ, ചെമ്മീനില്ലേ. കടലിൽ മാത്രമല്ല പ്രോണുകൾ, അല്ലാതെ ഫ്രഷ് വാട്ടറിൽ വളർത്താൻ പറ്റുന്ന പ്രോണുകളും ഉണ്ട്. അപ്പൊ വെള്ളത്തിൽ വളരുന്ന ആരെ വളർത്തിയാലും അത് നമുക്ക് എന്ത് വിളിക്കാം? അക്വാകൾച്ചർ എന്ന് വിളിക്കാം, അല്ലേ? ഇനി പ്ലാന്റ്സിന്റെ വെള്ളത്തിൽ വളരുന്ന ലോട്ടസ് പോലുള്ള പ്ലാന്റുകളൊക്കെ അല്ലേ, ഹൈഡ്രല്ല പോലുള്ള പ്ലാന്റുകളൊക്കെ അല്ലേ. അപ്പൊ വെള്ളത്തിൽ വളരുന്ന പ്ലാന്റോ അനിമലോ, അനിമൽ എന്ന് പറയുന്ന ഫിഷ് മാത്രമാണോ? ഏത് അനിമലായാലും. അപ്പം അക്വാകൾച്ചർ ഈസ് ദി കൾട്ടിവേഷൻ ഓഫ് അക്വാട്ടിക് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. വെള്ളത്തിൽ വളരുന്ന ആരെ വളർത്തിയാലും നമുക്ക് എന്ത് വിളിക്കാം? അക്വാകൾച്ചർ. എന്നാൽ പിസികൾച്ചർ അതല്ല, ഒള്ളി ആരെ മാത്രം? ഫിഷസിനെ വളർത്തുന്നതിനെ മാത്രമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിസികൾച്ചർ. അപ്പം പിസികൾച്ചർ ഈസ് ദി കൾട്ടിവേഷൻ ഓഫ് ഫിഷസ്. അപ്പൊ എന്താണ് അക്വാകൾച്ചർ? അക്വാകൾച്ചർ ഈസ് ദി കൾട്ടിവേഷൻ ഓഫ് അക്വാട്ടിക് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ വളർത്തുന്നതിന് മുമ്പ് കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യം മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ, അല്ലേ? നമ്മളാരും വളർത്തില്ല. പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യാറുണ്ട്? പലരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, പിന്നെ പോണ്ടുകളൊക്കെ ഉണ്ടാക്കി അതിൽ ഫിഷസ് വളർത്തുന്നുണ്ട്, വലിയ ടാങ്കുകൾ ഉണ്ടാക്കി അതിലൊക്കെ ഫിഷസ് വളർത്തും. അപ്പൊ ഇങ്ങനെ ഈ പിസികൾച്ചറും അക്വാകൾച്ചറൊക്കെ വന്നതോടുകൂടി ഈ ഫിഷ് പ്രൊഡക്ഷനിൽ വലിയൊരു ഇൻക്രീസ് ഉണ്ടായി. ഫിഷ് പ്രൊഡക്ഷനിൽ വലിയൊരു ഇൻക്രീസ് ഉണ്ടായി. ഈ ഫിഷ് പ്രൊഡക്ഷൻ ഉണ്ടായ ലാൻഡ് ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്ലൂ റവല്യൂഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അപ്പൊ വാട്ട് യു മീൻ ബൈ ബ്ലൂ റവല്യൂഷൻ? ഇറ്റ് ഈസ് ദി ലാർജ് ഇൻക്രീസ് ഇൻ ഫിഷ് പ്രൊഡക്ഷൻ. അതാണ് ഞാൻ നേരത്തെ ആണെങ്കിൽ എന്താ, അല്ലെ, നമ്മൾ ഈ നാട്ടില് ഈ ഫിഷസിനൊക്കെ വളർത്തുന്നതിന് മുമ്പ് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ, ഭക്ഷണത്തിന് കിട്ടാറുള്ളൂ. എന്നാൽ ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? പലരും ഫിഷസിനെ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അതാണ് നമ്മൾ പിസികൾച്ചറിൽ പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലേ, പറമ്പിലൊക്കെ വലിയ കുളമൊക്കെ കുത്തി അതിനകത്തോ അല്ലെങ്കിൽ വലിയ ടാങ്കൊക്കെ ഉണ്ടാക്കി അതിനകത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഫിഷസിനെ വളർത്താറുണ്ട്.
അപ്പം എന്താണ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഫിഷസിനെ വളർത്തുന്നതിനെ മാത്രമാണ് ഫിസിക്കൾച്ചർ എന്ന് വിളിക്കുക. എന്നാൽ വെള്ളത്തിൽ വളർന്ന ആരെ വളർത്തിയാലും നമ്മൾ എന്ത് വിളിക്കും? അത് അക്വാകൾച്ചർ. ഓക്കെ അല്ലേ? അപ്പം മറ്റൊരു ടേം ആണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടുള്ള മറ്റൊരു ടേം ആണ് ഏത്? ബ്ലൂ റവല്യൂഷൻ. അപ്പൊ വാട്ട് യു മീൻ ബൈ ബ്ലൂ റവല്യൂഷൻ? വാട്ട് യു മീൻ ബൈ ബ്ലൂ റവല്യൂഷൻ? ഇറ്റ് ഈസ് ദി ലാർജ് ഇൻക്രീസ് ഇൻ ഫിഷ് പ്രൊഡക്ഷൻ. ഫിഷ് പ്രൊഡക്ഷനിൽ ഉണ്ടായ വലിയൊരു ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലൂ റവല്യൂഷൻ. എങ്ങനെ ഇൻക്രീസ് ഉണ്ടായി അല്ലെ? പലരും എന്ത് ചെയ്യാൻ തുടങ്ങി? മീൻ വളർത്താൻ തുടങ്ങി, മത്സ്യങ്ങളെ വളർത്താൻ തുടങ്ങി അല്ലെ? അപ്പം നോർമലി എന്ത് ചെയ്യും? കുറെ നാൾ കഴിയുമ്പോൾ ഫിഷ് പ്രൊഡക്ഷനിൽ വലിയൊരു വർധന ഉണ്ടാവില്ലേ, കൂടുതൽ ഫിഷ് പ്രൊഡക്ഷൻ. അതിന് നമ്മൾ എന്ത് വിളിക്കും? ബ്ലൂ റവല്യൂഷൻ എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അനിമൽ ഹസ്ബൻഡറി പഠിച്ചത്? അനിമൽ ഹസ്ബൻഡറിയിൽ നമ്മൾ എന്ത് പഠിച്ചു? ആദ്യം ഡയറി ഫാം മാനേജ്മെന്റ് പഠിച്ചു അല്ലെ? ഡയറി ഈസ് ദി മാനേജ്മെന്റ് ഓഫ് ആനിമൽസ് ലൈക്ക് കൗ ആൻഡ് ബഫലോസ് ഫോർ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. അപ്പൊ അവിടെ ഒരാളുടെ ഡയറി ഫാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതിനെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞു? പൗൾട്രി ഫാം മാനേജ്മെന്റ്. എന്താ പൗൾട്രി ഫാം മാനേജ്മെന്റ്? പൗൾട്രി ഈസ് ദി ക്ലാസ് ഓഫ് ബേർഡ്സ് യൂസ്ഡ് ഫോർ എഗ് ആൻഡ് മീറ്റ്. എഗ്ഗിനും മീറ്റിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബേർഡ്സ്. സാധാരണ ചിക്കനും ഡക്സും ഒക്കെയാണ്. ചില ഫാമുകളിൽ എന്ത് ചെയ്യാറുണ്ട്? ടർക്കിയും ഗീസൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞ് പിന്നെ അവിടെയും ഫാമിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ബീ കീപ്പിംഗ് അല്ലെങ്കിൽ എപ്പിക്കൾച്ചർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹണിബിയുടെ സയന്റിഫിക് നെയിമാണ് എപ്പിസ് ഇൻഡിക. അവിടെയും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ? വെറുതെ എന്താണ് ബീ കീപ്പിംഗ് നടത്താൻ പറ്റില്ല. അവിടെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ രണ്ട് ടോപ്പിക്കുകൾ പറഞ്ഞു: ഫിസിക്കൾച്ചർ, കൾട്ടിവേഷൻ ഓഫ് ഫിഷസ്; അക്വാകൾച്ചർ, കൾട്ടിവേഷൻ ഓഫ് അക്വാട്ടിക് ഓർഗാനിസംസ്, പ്ലാന്റ്സ് ഓർ ആനിമൽസ്. ഓക്കെ. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞിടത്തൊന്ന് ബ്ലൂ റവല്യൂഷൻ. എന്താണ്? ഇൻക്രീസ് ഇൻ ദി അല്ലെ ലാർജ് ഇൻക്രീസ് ഇൻ ദി ഫിഷ് പ്രൊഡക്ഷൻ. ഫിഷ് പ്രൊഡക്ഷൻ ഉണ്ടായി. റവല്യൂഷൻ എന്ന് വിളിക്കാൻ ചെറിയൊരു ചേഞ്ചിനെ അല്ലെങ്കിൽ മാറ്റത്തെ റവല്യൂഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. വലിയൊരു ഇൻക്രീസ് ആണ് ഉണ്ടായത്. അതുകൊണ്ടാണ് എന്ത് വിളിച്ചത്? റവല്യൂഷൻ, ബ്ലൂ റവല്യൂഷൻ. അപ്പൊ ഇത്രയാണ് അനിമൽ ഹസ്ബൻഡറി വരുന്നത്. ഇനി എക്സ്ട്രാ വരുന്ന ഒരു കാര്യമുണ്ട്, അത് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് അല്ല. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ഡയറി ഫാം മാനേജ്മെന്റ് ആയാലും പൗൾട്രി ഫാം മാനേജ്മെന്റ് ആയാലും ബീ കീപ്പിംഗ് ആയാലും അപ്പൊ ഫിസിക്കൾച്ചർ ആയാലും അക്വാകൾച്ചർ ആയാലും ഇതെല്ലാം എന്താണ്? അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇൻഡസ്ട്രി, ഫിഷറീസ്. ഫിഷറീസ് ഒരു അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കുന്നതാണ് അതൊരു അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആണ്. തെറ്റാണ്. ഫിഷറീസ് ഒരു അഗ്രികൾച്ചറൽ പ്രാക്ടീസ് അല്ല. കടലിൽ നമ്മൾ ആരും മത്സ്യങ്ങളെ വളർത്തുന്നതല്ല. നമ്മൾ ആരെങ്കിലും വളർത്തുന്നതാണോ? അത് അവിടെ വളരുന്നതാണ്. നമ്മളതിനെ പിടിച്ച് കഴിക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് ഫിഷറീസ്? ഫിഷറീസ് ഈസ് എ ലാർജ് ഇൻഡസ്ട്രി. ഫിഷറീസ് എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ഫിഷറീസ് ഈസ് എ ലാർജ് ഇൻഡസ്ട്രി റിലേറ്റഡ് ടു catching, processing and selling of fishes. Catching, processing and selling of fishes. മത്സ്യങ്ങളെ പിടിക്കുന്നു, അതിനെ പ്രോസസ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു അല്ലേ? അപ്പൊ ഇടയ്ക്ക് ചിലർക്കൊരു സംശയം വരും, മത്സ്യങ്ങളെ പിടിച്ചിട്ട് നമുക്ക് അതുപോലെ കിട്ടുന്നത്, അതിനെ എന്തോന്ന് പ്രോസസ് ചെയ്യുന്നു ചിന്തിക്കും. അതിനകത്ത് എന്താണ്? അത് ചീഞ്ഞു അഴുകി പോകാതിരിക്കാൻ വേണ്ടി ഫോർമാലിനും അതുപോലുള്ള മാരകമായ വിഷവസ്തുക്കൾ ചേർക്കുന്നതല്ല ഇവിടെ എന്താണ് പ്രോസസ്സിംഗ് ഉദ്ദേശിക്കുന്നത്. അല്ലെ? നമ്മൾ വിചാരിക്കുന്നതാണ് കുറെ മരുന്ന് കഴിച്ചുകൊണ്ട് നമുക്ക് തരുന്നു അല്ലെ, അതാണ് പ്രോസസ്സിങ്. അതൊന്നല്ല. നമ്മുടെ ഇവിടെ എന്താണ് ഫിഷറീസിലൂടെ കിട്ടുന്ന മത്സ്യങ്ങളുണ്ടല്ലോ, അവയുടെ വലിയൊരു ഭാഗം മറ്റു രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യണം? നമ്മള് എക്സ്പോർട്ട് ചെയ്യണം, കയറ്റി അയക്കുകയാണ്. അപ്പൊ കയറ്റി അയക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ കുറച്ച് പ്രോസസ് ചെയ്തിട്ടാണ് അയക്കുന്നത് അല്ലെ? അതാണ് പ്രോസസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ രാജ്യത്ത് പിടിക്കുന്ന മത്സ്യങ്ങള് ഒരു ഭാഗം മാത്രം നമ്മളിവിടെ ഉപയോഗിക്കുന്നു, ബാക്കി എന്ത് ചെയ്യുന്നു? വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. അപ്പൊ ഈ കയറ്റി അയക്കുന്നത് വെറുതെ പറ്റില്ല, കുറച്ച് പ്രോസസ് ഒക്കെ ചെയ്ത് അയക്കാൻ പറ്റും അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത് ആ പ്രോസസ് ചെയ്യാൻ. അപ്പൊ എന്താണ് ഫിഷറീസ്? ഫിഷറീസ് ഈസ് എ ലാർജ് ഇൻഡസ്ട്രി റിലേറ്റഡ് ടു കാച്ചിങ്, പ്രോസസിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിഷസ്. മത്സ്യങ്ങളെ പിടിക്കുന്നു, അതിനെ പ്രോസസ് ചെയ്യുന്നു, അതിനെ വിൽക്കുന്നു. ഇതിനെല്ലാം കൂടി ചേർത്ത് എന്ത് വിളിക്കും? ഫിഷറീസ്. അപ്പൊ ചിലരൊക്കെ ചിന്തിക്കും ഇതെങ്ങനെ വലിയൊരു ഇൻഡസ്ട്രി, ഇതെങ്ങനെ ഒരു ലാർജ് ഇൻഡസ്ട്രി ആവുന്നു? ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ മീൻ പിടിക്കാൻ പോകുന്നവരും മീൻ കൊണ്ട് നമുക്ക് തരാൻ അല്ലെങ്കിൽ വിൽക്കാൻ വരുന്നവരും മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, അതിന്റെ പിന്നില് ജോലി ചെയ്യുന്ന 10,000-കണക്കിന് ആൾക്കാരുണ്ട് അല്ലേ? അത് മത്സ്യം പിടിക്കാൻ പോകുന്നവരുണ്ട്, അതിനു വേണ്ടിയിട്ട് ബോട്ട് അതുപോലുള്ള സംവിധാനങ്ങൾ, ബോട്ടിലുള്ള എഞ്ചിൻ, അതിന്റെ സംവിധാനങ്ങൾ അതൊക്കെ ചെയ്യുന്നവരുണ്ട്. എല്ലാ ഹാർബറുകളിലും ഐസ് ഫാക്ടറികളുണ്ട്, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ മത്സ്യങ്ങളെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന ചുമട്ട് തൊഴിലാളികളുണ്ട്. അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ് ഫിഷറീസ് എന്ന് പറയുന്നത്. അതൊരു അഗ്രികൾച്ചറൽ പ്രാക്ടീസ് അല്ല, അതൊരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഫിഷറീസ് ഈസ് എ ലാർജ് ഇൻഡസ്ട്രി റിലേറ്റഡ് ടു കാച്ചിങ്, പ്രോസസിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിഷസ്. കാച്ചിങ്, പ്രോസസിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിഷസ്. ക്ലിയർ? അപ്പൊ അടുത്ത് നമ്മൾ കുറച്ച് ഫ്രഷ് വാട്ടർ ഫിഷസിനെയും മറൈൻ ഫിഷസിനെയും പരിചയപ്പെട്ടാണ്.
എന്താ ഫ്രഷ് വാട്ടർ ഫിഷ്? ഫ്രഷ് വാട്ടർ ഫിഷ് നമ്മൾ പോണ്ട്, റിവർ ഇങ്ങനെയൊക്കെയുള്ള ഉപ്പിന്റെ അംശം, അതായത് സോൾട്ട് കണ്ടന്റ് കുറഞ്ഞ വെള്ളത്തിലുള്ളവരെയാണ് ഫ്രഷ് വാട്ടർ ഫിഷ് എന്ന് പറയുന്നത്. കടലിലുള്ള മത്സ്യങ്ങളാണ് മറൈൻ ഫിഷ് എന്ന് വിളിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, കടലിലെ മത്സ്യത്തെ നമ്മൾ പിടിച്ചുകൊണ്ട് നമ്മുടെ പോണ്ടിലിട്ടാൽ നമ്മൾ വളരുമോ? ഒരിക്കലും വളരില്ല. പോണ്ടിലുള്ള ഫിഷിനെ കൊണ്ട് കടലിലിട്ട് വളരുമോ? അതും വളരില്ല, അല്ലെ? ഓരോന്നിനും ഓരോ ഹാബിറ്ററ്റാണ്, അല്ലെ? ഓരോ സാഹചര്യങ്ങളാണ്. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ഫ്രഷ് വാട്ടർ ഫിഷിനെ പഠിക്കാം. എന്താ ഫ്രഷ് വാട്ടർ ഫിഷ്? അല്ലെ, സോൾട്ട് കണ്ടന്റ് ഇല്ലാത്ത വാട്ടറിൽ വളരുന്ന ഫിഷസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫ്രഷ് വാട്ടർ ഫിഷ്. ആരൊക്കെയാ പ്രധാനപ്പെട്ട ഫ്രഷ് വാട്ടർ ഫിഷ്? രോഹു, അതുപോലെ തന്നെ കാറ്റ്ല, കോമൺ കാർപ്പ്, ഇതൊക്കെയാണ് ഫ്രഷ് വാട്ടർ ഫിഷ് എന്ന് പറയുന്നത്, അല്ലെ? രോഹു, കാറ്റ്ല, കോമൺ. പിന്നെ മറൈൻ ഫിഷ്, അതായത് കടൽ മത്സ്യങ്ങൾ, കടലിലുള്ള മറൈൻ ഫിഷസ് ഏതൊക്കെയാണ്? എന്താണ്? മാക്കറൽ, അതുപോലെ പോംഫ്രെറ്റ്, സാർഡൈൻ. ഇതൊക്കെ എന്താണ്? മാക്കറല്, പോംഫ്രെറ്റ്, സാർഡൈൻ, ഹിൽസ. ഇതെല്ലാം എന്താ? ഹിൽസ. ഇതൊക്കെ മറൈൻ ഫിഷ്, കടലിലുള്ള ഫിഷസ് ആണ്, അല്ലെ? അപ്പം ഫ്രഷ് വാട്ടർ ഫിഷ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? സോൾട്ട് കണ്ടന്റ് ഇല്ലാത്ത വെള്ളം, നമ്മുടെ പോണ്ട്, റിവർ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുള്ളത്, അതാണ് ഫ്രഷ് വാട്ടർ ഫിഷ്. ROHU ആണ്. രോഹു, കാറ്റ്ല, കോമൺ കാർപ്പൊക്കെ എന്താ? ഫ്രഷ് വാട്ടർ ഫിഷ് ആണ്. മറൈൻ ഫിഷ് ആരൊക്കെയാ? മാക്കറല്, പോംഫ്രെറ്റ്, സാർഡൈൻ, ഹിൽസ ഒക്കെ എന്താണ്? മറൈൻ ഫിഷുകളാണ്. എന്തിനാ ഇത് പഠിപ്പിക്കുന്നത് അറിയാമോ? നിങ്ങൾക്ക് ഒരു തവണ എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി ഓർഡർ ഓഫ്, അതായത് 3 മറൈൻ ഫിഷിനെയും ഒരു ഫ്രഷ് വാട്ടർ ഫിഷിനെയും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഓർഡർ കൊണ്ട് സെലക്ട് ചെയ്യാൻ തിരിച്ചു ചോദിക്കാം. 3 ഫ്രഷ് വാട്ടർ ഫിഷ് കൊടുത്തിട്ട് ഒരു മറൈൻ ഫിഷ് കൊടുത്തിട്ട് എന്ത് ചോദിക്കാം? ഫൈൻഡ് ദി ഓർഡർ ആണ്. അപ്പൊ ഒരിക്കൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ഫ്രഷ് വാട്ടർ ഫിഷ്? രോഹു, കാറ്റ്ലയും കോമൺ കാർപ്പൊക്കെ ഫ്രഷ് വാട്ടർ ഫിഷ് ആണ്. മറൈൻ ഫിഷസ് ആരൊക്കെയാ? മാക്കറല്, പോംഫ്രെറ്റ്, സാർഡൈൻ, ഹിൽസ ഒക്കെ എന്താണ്? മറൈൻ ഫിഷസ് ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇത്രയാണ്. നമ്മൾ പഠിച്ച അനിമൽ ഹസ്ബൻഡറി. അതെന്തൊക്കെയാ പഠിച്ചത്? അതിൽ കുറച്ച് അഗ്രികൾച്ചർ പ്രാക്ടീസ് പഠിച്ചു, ഡയറി ഫാം മാനേജ്മെന്റ്, പോൾട്രി ഫാം മാനേജ്മെന്റ്, എപ്പി കൾച്ചർ, പിസി കൾച്ചർ, അക്വാ കൾച്ചർ, ഇതൊക്കെ അഗ്രി. പിന്നെ ഒരു ഇൻഡസ്ട്രി പറഞ്ഞു, ഏതാ? ഫിഷറീസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിക്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ആദ്യത്തെ അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന ടോപ്പിക്കില് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്.